ഈ FOC ആയിട്ട് ഞാനൊരു ഉറുപ്പ്യ മേടിച്ച് കൗൺസിലേറ്റ് പറഞ്ഞാൽ എൻ്റെ പ്രവാസികാരോട് ഞാൻ തിരിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളെ കുത്ര ബാക്കിയുള്ളവരോട് പേരുദോഷമാക്കുന്ന പണിയാണ് ചെയ്തവർ. എന്നിട്ട് കൗൺസിലേറ്റ് എല്ലാവരെയും കൂട്ടി പറഞ്ഞു. പക്ഷെ അത് ചെയ്തവർ തെറ്റാണ്. ഇന്നോ വെള്ളം കുടിച്ചാൽ പറയാം, കുടിക്കുക ഇന്നാതെ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ലൈസൻസ് എടുത്തിട്ട് ഞാൻ ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ എനിക്ക് പ്രവാസിമാർ തരൂല. 1,154 കോടി ഞാൻ ജനങ്ങളെടുത്തല്ല ഇന്നൊരാൾ തിരഞ്ഞെടുത്തവർ അല്ല എന്നിട്ട് UAE ബാക്കിയുള്ളവർ എടുക്കാത്തത്. കൗൺസിലേറ്റിൽ നിന്ന് പൈസ വാങ്ങിച്ചില്ല എന്ന് ഞാൻ പറയില്ല. ഞാനും എൻ്റെ ഒപ്പം നിൽക്കൊരു മടിച്ചില്ല ഞാൻ പറയുന്നു. എല്ലാ ഇന്ത്യക്കാർക്കും അവകാശപ്പെട്ടതാണ്. അത് അവകാശപ്പെട്ട ഒരു കൊടുത്തുമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്തു 100% പുറത്തു കൊണ്ടുവരണോ? പൈസ പോയി എന്നറിയാം. പൈസ കൊടുത്ത തെളിവുണ്ടായിട്ടല്ലേ തെളിവ് മടിച്ച് നമ്മളൊക്കെ കടമല്ലേ. ആരാ പൈസ മടിച്ചെന്ന് അറിയേണ്ടി പുറത്തുകൊണ്ടുവരുന്ന എല്ലാവരും കടമ. ചില ബോഡിയോ കാണുമ്പോഴേക്ക് തന്നെ നമുക്ക് തന്നെ ഭയങ്കര മനുഷ്യൻ്റെ കാര്യം അത്രയാണ്. നമ്മളിട്ട ഷർട്ട് നമ്മളല്ല കഴിക്കുന്നത്. അതുവരെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. പിന്നെ കൂട്ടുകാർ ബന്ധുക്കാർ ആരായാലും ഓരോ ഒരുമിച്ച് നിൽക്കുക. പൈസ നമ്മൾ മരിക്കുമ്പോൾ പൈസ ആയിട്ടൊന്നും ആരും പോകില്ല. ഈ പെട്ടി കയറിയും പോകല്ലാണ്ട് അല്ല. അതിൻ്റെ ഒരു സംവിധാനം ഗവൺമെൻറ് കൊണ്ടുവന്ന് വെച്ചാൽ മതി. കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ അതിനൊന്നും ഒരു പണിയുള്ളതൊന്നുമല്ല. പെണ്ണുങ്ങളൊക്കെ വൈതെറ്റി പറഞ്ഞാൽ നമ്മൾ കുറ്റപ്പെടുന്നൊന്നും കാര്യമില്ല. ഈ പൈസ എല്ലാം വരും എന്താ ചെയ്യുക? മക്കളെ നോക്കി എന്ത് ചെയ്യാൻ കഴിയും? എല്ലാ ദൈവരാൾക്ക് കൊടുക്കില്ല. എല്ലാ സൗകര്യം ഉണ്ടാവും, വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. ബോഡി ആൾക്കോൾ കയറ്റിയിട്ടാണ് വിടുന്നത്. ഈ ബ്ലഡ് ഊറ്റിയെടുക്കുന്നത്, ഈ ലിവർ ഇതൊക്കെ എടുക്കും. എൻ്റെ ജീവിതത്തിൽ ഇന്നലെ സിനിമയിൽ പോയി സിനിമ കണ്ടില്ല. അപ്പൊ ആ സിനിമയില് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങള് റിയൽ ലൈഫില് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അഷ്റഫ് ഖാൻ. ഒരു ഡെഡ് ബോഡി മരണപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതൽ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് എന്താണ്? ആണുമുള്ള കല്യാണം കഴിക്കുന്ന സംവിധാനം തന്നെ മാറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിലാട്ടോ ഞാൻ പറയുന്നത്. പറഞ്ഞാലല്ലേ ക്ലിയർ ആവും. പക്ഷെ അത് ഇവർ പറയൂല. കൂടുതൽ വിദ്യാഭ്യാസവും കൂടി ടെക്നോളജി കൂടി അപ്പം മരണവും കൂടി. അതാണ് സംഭവിച്ചത്. പിന്നെ ഇപ്പോൾ ഇതാർക്കും അറിയാത്തൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലുമിനോ ഫോക്കസിന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിൽസി കെ വിൽസൺ ആൻഡ് ദിസ് ഈസ് അവർ ഷോ സുലൈമാനി വിത്ത് വിൽസി. ദൈവം ചിലരെ ചില ദൗത്യങ്ങൾ നൽകി ആദരിക്കുന്നു പറയാറില്ലേ? അത്തരത്തിൽ ആദരിച്ച ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റ് ആയിട്ടുള്ളത്. ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല. അത് മാത്രമല്ല, നമ്മൾ പ്രവാസികൾക്കിടയിൽ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യവും വരുന്നില്ല. നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും പ്രത്യേകിച്ച് പ്രവാസികൾ കണ്ടിരിക്കേണ്ട ഒരു മഹത് വ്യക്തി. ഏറെ അഭിമാനത്തോടും ഏറെ സന്തോഷത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു ശ്രീ അഷ്റഫ് താമരശ്ശേരി. അഷ്റഫ് ഖാ, അസ്സലാം വലൈക്കും. നമസ്കാരം. നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സുഖം. ആദ്യമേ തന്നെ പറയാണ്, തിരക്കിനിടയിലും ഇപ്പോഴും എനിക്കറിയാം അല്ലേ, ഒരു കോള് വന്നിട്ടിരിക്കുകയാണ്. തിരക്കിനിടയിലും നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൽ ഗസ്റ്റ് ആയിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷവും നന്ദി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല സുഖം, അങ്ങനെ പോകണം. സുഖമായിട്ട് പോകണം. ഇപ്പം നേരെ നമ്മുടെ ഇന്റർവ്യൂവിലേക്ക് വരുന്ന വഴിയാണല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ ഈ ഒരു ഷോയുടെ പേര് സുലൈമാനി വിത്ത് വിൽസൺ. ഒന്നുമില്ല, നമ്മൾ സുലൈമാനി കുടിച്ചുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞങ്ങ് പോവാം. അപ്പോൾ കുടിക്കാം സുലൈമാനി, കുഴപ്പമില്ലല്ലേ? അല്ല, അതെന്താ അറിയിക്കാം, ഈ സുലൈമാനിയെ പറ്റി പറയുമ്പോൾ ഓരോ സുലൈമാനിക്ക് ഓരോ കഥകളുണ്ടെന്ന് പറയാറുണ്ട്. എനിക്കൊന്ന് സ്റ്റോറീസിനെ പറ്റി പറയുകയാണെങ്കിൽ അഷ്റഫ് ഖായുടെ ലൈഫിൽ നമുക്ക് ജേർണി തൊട്ട് തുടങ്ങാം അല്ലേ? എനിക്ക് തോന്നുന്നു ഒരുപാട് നാളിന് ശേഷമാണ് അഷ്റഫ് ഖാ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അഷ്റഫ് ഖാ നമുക്കൊരു ഇന്റർവ്യൂ തരാവുന്ന ഒരു... ഞാനൊരു സ്റ്റുഡിയോയിൽ പോയി ഇന്റർവ്യൂ ചെയ്യുന്നത് ഫസ്റ്റിൽ. അപ്പം അടുത്ത കാലത്ത് ഇതിനു മുമ്പ് ഗോൾഡ് FM പോയി, ഹിറ്റ് FM പോയതല്ലാണ്ട് എവിടെയും പോയില്ല. ഞാൻ പോയല്ല, എനിക്ക് ഒന്നാമത് ടൈം ഉണ്ടാവില്ല. കറക്റ്റാണ്, സമയം വളരെ കുറവായിട്ടുള്ള ഒരാളാണ്. അപ്പം അഷ്റഫ് ഖായുടെ ഒരു ജേർണിയിലേക്ക് നമുക്ക് തുടങ്ങാം. അഷ്റഫ് ഖാ, എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധാരണ പ്രവാസിയായിട്ട് ദുബായിലേക്ക് UAE വരുന്നു. ആ ഒരു സാധാരണ പ്രവാസിയിൽ നിന്ന് ഇത്രയും വലിയൊരു ദൗത്യം കഴിഞ്ഞ 22 വർഷമായിട്ട് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ഇത്രയും വലിയൊരു ദൗത്യത്തിലേക്ക് എത്തുന്നത്? ഞാൻ ആദ്യം വന്നത് അജ്മാനിലൊക്കെ വന്നത്. ഇപ്പോഴും അജ്മാൻ തന്നെയാണ്, അന്നും ഇന്നും അജ്മാൻ തന്നെയാണ്. അങ്ങനെ വന്ന് എൻ്റെ ഒരു കൂട്ടുകാരന് ഷാർജയിൽ ഹോസ്പിറ്റലിൽ അവനെ കാണാൻ പോയിട്ട് തിരിച്ച് വരും. എൻ്റെ ഒപ്പം വേറെ 2 ആളുണ്ട്. തിരിച്ച് വരുമ്പോൾ 2 ആളുകളാണ് കരിയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായെന്ന് വെച്ചു. അപ്പോൾ ലൈസൻസ് ഒന്നുമില്ല, മൊബൈലും ഒന്നുമില്ല, അന്ന് പേജറാണുള്ളത്. അങ്ങനെ എന്നോട് അങ്ങനെ അച്ഛൻ മരണപ്പെട്ടാണ് ഞാൻ സഹായിക്കാൻ നാട്ടിൽ കൊണ്ടുപോകാറ്. നമ്മൾ എനിക്കും അറിഞ്ഞൂടാ, ഞങ്ങൾ കൂടി തരാം. അന്നൊരു ദിറംസ് 2 ദിറംസ് ടാക്സി കിട്ടും. ഇപ്പോഴത്തെ 20-30 കൊടുക്കണ്ട. അങ്ങനെ 4-5 ദിവസമായപ്പോഴേക്ക് അങ്ങനെ ബോഡിയെ കയറ്റി വിട്ട്
ഞാൻ അങ്ങനെ ഇതിലങ്ങ് ആയിപ്പോയത്. ഓക്കെ. അപ്പം അവിടുന്ന് തുടങ്ങിയ ഒരു യാത്രയാണ്. അവിടുന്ന് തുടങ്ങിയ യാത്രയിൽ എവിടെയാണ് ഇത് നമുക്കിത് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ആൾക്കാരെ സഹായിക്കണം. കാരണം ഇതൊരിക്കലും ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൗത്യം എന്ന് പറയുന്നത്. അപ്പം ആ യാത്രയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഓക്കെ ഇങ്ങനെ ആൾക്കാരെ സഹായിക്കണം, ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകെ കഷ്ടപ്പെട്ട് നിൽപ്പുണ്ട്, അവരെ ഒന്ന് സഹായിക്കണമെന്ന് ആ ഒരു മൊമെന്റിലാണോ ശരിക്കും തോന്നിയത്? ആണ്. അപ്പൊ അവിടുന്ന് തുടങ്ങിയ യാത്രയാണ്. ഇപ്പം ഏകദേശം 22 വർഷം അല്ലേ? 22 വർഷം. 22 വർഷത്തിലെ എത്ര ഡെഡ് ബോഡികൾ, എത്ര മൃതശരീരങ്ങൾ കയറ്റി വിട്ടിട്ടുണ്ടാവും? ഒരു 10, 15,000, 16,000 ഇതുവരെ കയറ്റി വിട്ടിരുന്നു. 10, 2,000 ആളവിടെ അടക്കം ചെയ്യുകയും ചെയ്തു. 15,000-ഓളം അല്ലേ? അതിന് മുകളിൽ ചെയ്തു. അതിന് മുകളില് അതെനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്നില്ല, എല്ലാ രാജ്യത്തും. അതായത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല, അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ പല ആൾക്കാരും ഏറെ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന ഒരു പേരായിരിക്കണം. അപ്പം ഈ ഒരു ഇപ്പം പറഞ്ഞു ഇത്രയും മൃതശരീരങ്ങൾ കയറ്റി അയച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ സമയത്ത് ഇതൊരിക്കലും ഈസി ആയിരിക്കത്തില്ല. കാരണം അതിൻ്റെ പ്രൊസീജിയേഴ്സ് വ്യത്യാസമാണ്. കാരണം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം. അപ്പം അവിടുന്ന് എങ്ങനെയാണ് ഈ ഒരു യാത്രയിലുള്ള പ്രൊസീജിയേഴ്സ്, നേരിട്ട പ്രശ്നങ്ങൾ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ? ആദ്യമൊക്കെ ഈ പോലീസിൽ ഇവിടെ ഒക്കെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഒന്നാമത് അവർക്കും അത്ര കറക്റ്റ് ഇതറിയൂല. അവർക്ക് 16 ഓഫീസുകൾ കയറി ഇറങ്ങണേ ഒരാൾ മരണപ്പെട്ടാൽ. അന്ന് കുറേ കാലം ഇങ്ങനെ കയറി ഇറങ്ങേണ്ടി. ഇപ്പോൾ അത്ര വേണ്ട. ഇപ്പം കുറേ ഫോൺ കൊണ്ട് നടക്കും. പിന്നെ എവിടെ വെച്ചാൽ നല്ല അറിയുന്ന ആളുകളാണ്. ഒരു ടോക്കൺ എടുക്കുക. ഇവിടെ ഗവൺമെൻറ് ഓരോ ഓഫീസുകളിലും കയറിയാലും ടോക്കൺ ഒന്നും വേണ്ട. നമ്മൾ ആദ്യം കൊണ്ടുകൊടുക്കും, അപ്പം തന്നെ നമ്മൾ ക്ലിയർ ആയി തരും. ആ ഒരു പ്രത്യേകത ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ നാട്ടുകൾക്കും ഒരു നിയമമാണ്, ഒരാൾക്കായിട്ട് പ്രത്യേക നിയമം UAE-ലില്ല. മരണപ്പെട്ട ഒരു വ്യക്തിയോട് അതൊരു ആദരവ് ഇവർ കാണിക്കും. പോലീസിൽ നിന്നാലും കോർട്ടിൽ നിന്നാലും ഹോസ്പിറ്റലിൽ എവിടെ നിന്നാലും ഒരാളെ പേരോ ജാതിയോ ഒന്നും ഇവർ വയ്ക്കില്ല. മരിച്ചു പറഞ്ഞാൽ അതാണ് ഇവർ പഠിപ്പിച്ച്, നമ്മളൊക്കെ പഠിപ്പിച്ചു. അത് തന്നെ ഒരു മരണപ്പെട്ടാൽ എല്ലാവരും ഒന്നായില്ലേ, അതിൻ്റെ മാറ്റമുള്ള ഒരു മാറ്റമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് തൊട്ടേ ഇതേ പ്രൊസീജിയർ ആയിരുന്നു? എന്തെങ്കിലും അല്ലല്ല, ഇതേ നിയമമാണ്. പക്ഷേ ഇപ്പോഴാകുമ്പോൾ അറിയുന്നതിനെ കൊണ്ട് പിന്നെ കൊണ്ടു കൊടുത്താലും സമ്മതിക്കും. ഇപ്പൊ കുറച്ചും കൂടി ഈസി ആയി. ഇപ്പം വേഗം നടക്കും. 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ട് ക്ലിയർ ആവും. ഓക്കെ. ഇപ്പം നമ്മൾ ഇപ്പം ഈ മരണപ്പെട്ട, എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഇക്കനെ തേടി എനിക്കറിയാം, ഇപ്പം ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്ത് അജ്മാനിൽ നിന്ന് എടുത്തു വന്നത്. ഇക്കയ്ക്ക് ശരിക്കും പറയാം ഇക്കയുടെ ഈ ഒരു യാത്രയിൽ ഇപ്പോൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് എൻഡ് ചെയ്യുന്ന ആരെങ്കിലും കൂടെ ഫുൾ സപ്പോർട്ടിനായിട്ട് ആരെങ്കിലും ഉണ്ടോ, അതോ ഇക്ക തന്നെയാണോ എല്ലാം ചെയ്യുന്നത്? സപ്പോർട്ടിന് ആളുകൾ ചെയ്തു തരും. ഓരോ സ്ഥലത്തും ദുബായിയോ അജ്മാനിലൊക്കെ ഷാർജൊക്കെ ആളുകൾ വിളിച്ചാപ്പം ചെയ്തു തരും. പിന്നെ ഈ കൂടുതൽ സംഘടനയുടെ ആളുകൾ കാര്യങ്ങൾ ഗ്രൂപ്പിലുള്ളവരുടെ മരണപ്പെടുക ഒരാൾക്കാർ എന്തായാലും ഉണ്ടാവും. നമ്മൾ കൂടി കൊടുത്തിച്ചാൽ മതി. എല്ലായിടത്തും സ്ഥലത്തും പോയി ക്ലിയർ ആക്കാൻ കഴിയും. ഡെയിലി 4-5 ആളുണ്ടാവുമായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ പോയി ക്ലിയർ ആക്കാൻ കഴിയും. പിന്നെ കുറേ പറഞ്ഞു കൊടുത്താലൊക്കെ നടക്കും. എന്നാലും പോയി UP-ക്കാർ മരണപ്പെട്ടിട്ട് ഞാൻ കണ്ടിട്ടേ അല്ല, ഒക്കെ ഫോണിൽ പറഞ്ഞിട്ട് ക്ലിയർ ആക്കി കൊടുത്താൽ. ഓ, അത് ശരി. അപ്പം അങ്ങനെയും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാ സ്ഥലത്തും എത്തിപ്പെടേണ്ടതായിട്ടില്ല, എത്തിപ്പെടാൻ കഴിയില്ല. കാരണം അത്രയും ഓട്ടമാണല്ലോ അല്ലേ, ഒരു ദിവസം എത്രയോ മാനേജ് ചെയ്യുന്നുണ്ട്. ഇത്രയും തിരക്കും റഷുള്ളപ്പോൾ. പക്ഷെ ഇന്നലെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെ വേറൊരാളെയും വെക്കാതെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഈ ടൈം എല്ലായിടത്തും എങ്ങനെ ഇത്രയും, കാരണം ഇതൊരു ഈസി ആയിട്ടുള്ളൊരു യാത്രയേ അല്ല. ചിലപ്പോൾ ഒരു യാത്രയിൽ പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇക്കയ്ക്ക് വേറൊരു കോൾ വരിക. ഇപ്പം ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇത്രയും എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അതങ്ങ് നടക്കും. ഇപ്പം 3 ആൾ ഓൾറെഡി മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വേറെ ചെറിയ കുട്ടിയുടെ മരണപ്പെട്ടാണ് വിളിച്ചത്. ഓ, അത് ശരി. അതിങ്ങനെ വിളിക്കും ആൾക്കാർ. പിന്നെ ആൾക്കാർ അവർക്കൊരു നമ്മൾ ഫോൺ എടുത്താലൊരു സമാധാനമാണ് അവർക്ക്. ഇന്നലെ ഇപ്പോൾ 2:30 മണിക്ക് ഒരാൾ വിളിച്ചിരുന്നു. അത് പിന്നെ ഫോൺ എപ്പോഴും എടുക്കും, അല്ലെങ്കിൽ തിരിച്ച് വിളിക്കും. അതൊരാൾ കംപ്ലൈൻറ്റ് പറയൂല. അത് സത്യമാണ് കേട്ടോ. അഷ്റഫ് ഖാനെ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ അഷ്റഫ് ഖാനെ വിളിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ അഷ്റഫ് ഖാൻ നമ്മളെ തിരിച്ച് വിളിക്കാറുണ്ട്. ഓക്കെ. ഇപ്പം മരണത്തിൻ്റെ നമ്മൾ നോക്കുന്ന സമയത്തെ ഇവിടെ നമ്മുടെ UAE-ൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് 50 വയസ്സിൽ താഴെയാണ്. അതും കൂടുതൽ വരുന്നത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സൂയിസൈഡ് ആയിട്ടൊക്കെയാണ്. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഈ ഹാർട്ട് അറ്റാക്കും കാര്യങ്ങൾ? കാരണം അവരുടെ ഒരു എന്താ പറയുക, നോക്കുന്ന സമയത്ത് അവർക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും കാണാറുമില്ല. എന്തുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ഒരു രീതിയിലേക്ക് മരണപ്പെടുന്നതിൻ്റെ ഒരു 10-15 വർഷം മുമ്പൊക്കെ ഈ ആളുകൾ പ്രവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ട്രെയിനിൽ കയറിയാൽ നമുക്ക് കോഴിക്കോട് ബോംബെയിലെത്തുമ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ഇരിക്കുന്നതൊക്കെ കമ്പനിയാവും.
അങ്ങനത്തെ ഒരു സംവിധാനം യു എയിൽ. ഇപ്പോൾ റൂമിലാണെങ്കിൽ ഇവിടെ നാട്ടിൽ പോകുമ്പോൾ അവരെ വീട്ടുകാരുടെ വീട്ടിൽ പോകും, വീട്ടിൽ സാധനം കൊണ്ടു കൊടുക്കും. അങ്ങനത്തെ ഒരു ടച്ചിങ്ങും കാര്യമുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ റൂമിൽ വന്ന് 5 ആളുണ്ടെങ്കിൽ 5 ആൾ കയറി ആ മൊബൈലിലാണ് നോക്കുക. ഇവിടെയുള്ള സ്ഥലമോട് ചോദിക്കാൻ ആളുകൾക്ക് ടൈമില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യമൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ പ്രശ്നം അവരോട് പറയുകയില്ല, ആരും ചോദിക്കുകയില്ല. അപ്പോൾ അവൻ തന്നെ വിങ്ങി അങ്ങ് മരിച്ചു പോവുക ചെയ്യുന്നത്. ഒരു പ്രശ്നവും കാര്യമില്ലാത്ത ഒരു അറ്റാക്കായി മരണപ്പെടുന്നത് വളരെ കുറവാണ്. ഒന്നും ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നം അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ മരണപ്പെടുന്നത്. പിന്നെ സൂയിസൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇനി എന്ത് കാര്യം ഒരാൾ പറഞ്ഞാലല്ലേ ക്ലിയർ ആവും. പക്ഷെ അതുവരെ പറയൂല. കൂടുതൽ വിദ്യാഭ്യാസവും കൂടി ടെക്നോളജി കൂടി അപ്പം മരണവും കൂടി. അതാണ് സംഭവിച്ചത്. അല്ല അത് എന്താ അറിയിക്കുക, അത് പറയാൻ കാരണം അറിയോ, പലപ്പോഴും പ്രവാസികളെന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ള ആൾക്കാരുടെ വെച്ച് പ്രവാസികൾ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഒരു പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ പല രീതിയിലും ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു പക്ഷേ ജോലിയുടെ സമ്മർദ്ദമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചുറ്റുപാടായിരിക്കാം, ഒന്നും എനിക്ക് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എല്ലാവർക്കും അധികം നമ്മളിവിടെ കാണാറുണ്ട്. ഒരു പക്ഷേ അതായിരിക്കും മാനസിക സമ്മർദ്ദമായിരിക്കും ഒരു പക്ഷേ ഇതുപോലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അവരെ ടെൻഷൻ കൊണ്ടാണ് എത്തിക്കുന്നത്. കൂടുതലും അറ്റാക്ക്. നല്ല അസുഖം കൊണ്ടൊന്നും വരുന്നതല്ല. കൂടുതൽ ആളുകളും പിന്നെ എന്താന്ന് പണ്ടുള്ള മനുഷ്യന്മാരൊക്കെ ഞങ്ങൾ 9 മക്കളുണ്ട്. എൻ്റെ വാപ്പ ഗൾഫിൽ വന്നിട്ടല്ല ഞങ്ങൾ പോയിട്ട് ഉം, നാട്ടിൽ തന്നെ പണിയെടുത്ത് അധ്വാനിച്ച് പോറ്റതാ. ഉം, ഇപ്പോഴല്ലേ ഗൾഫ് കൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ദുനിയാവിൽ അല്ല പഠിച്ച അതിനുള്ളൊരു പ്രതിഫലം അല്ല കണ്ടെത്തും. അതെ. ഏതൊരാൾക്കാരായാലും നമ്മളെ ഒരു ഉള്ളേക്കാട്ടിൽ മുകളിൽ മറ്റൊരു ജീവിക്കുന്നത് നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ഈ സ്ത്രീകൾ തന്നെ ഇപ്പോൾ കല്യാണിച്ചുകൊണ്ടുവരുന്നത് പണ്ടുള്ള മോഡലല്ല. ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ തന്നെ മൊബൈലും വണ്ടിയും കാര്യം കൊടുത്തിട്ട് വേറെ കുട്ടികൾ കാണുക ചെയ്ത്. അപ്പോൾ അവർക്ക് അത് കിട്ടാണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഉം, ആദ്യം ഒരു കല്യാണം കഴിച്ച് ഒഴിവാക്കിയാൽ നമ്മൾ റോട്ടിൽ പോയാൽ ആൾക്കാർ നമ്മൾ കളിയാക്കും. ഇപ്പോൾ അത് പ്രശ്നമില്ല. ഉം. ഇനിയിപ്പോൾ ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴേക്ക് ആണും പെണ്ണും കല്യാണം കഴിക്കുക തന്നെ സംവിധാനം തന്നെ മാറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിലാട്ടോ ഞാൻ പറയുന്നത്. ഉം. അങ്ങനത്തെ ഒരു യുവത്തിലേക്ക് അപ്പോൾ ആളുകൾ പോണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു കാര്യം കൂടെ പറയാം. അതായത് ഇപ്പോൾ പ്രവാസ ലോകത്തിലേക്ക് ഇപ്പോൾ ഒരുപാട് പുതിയൊക്കെ അറിയാലോ, ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ്, ഒരു എന്തായിരിക്കും അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം എന്തായിരിക്കും പുതിയതായിട്ട് പ്രവാസ ലോകത്തേക്ക് എത്തുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ? ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇനി ഏതൊരു മതക്കാരാണെങ്കിലും ഒരു 10 മിനിറ്റ് നമ്മൾ ആ മതത്തിനെ പറ്റി ആലോചിക്കും ഒരു ദിവസം. 24 മണിക്കൂർ ഡെയിലി ഇല്ലേ. ഉം, അങ്ങനെ ആകുമ്പോൾ തന്നെ ആൾക്കാർ കുറേ നന്നാവും. ഉം, പിന്നെ കൂട്ടുകാർ ബന്ധക്കാരാരായാലും ഓരോ ഒരുമിച്ച് നിൽക്കുക. ഉം, പൈസ നമ്മൾ മരിക്കുമ്പോൾ പൈസ ആയിട്ടൊന്നും ആരും പോകില്ല. ഈ പെട്ടി കയറിയും പോകല്ലാണ്ട് ഉം, ഇപ്പം നമ്മളെ സഹായിക്കുക വേറെ. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ 33 വർഷമായി ഞാനതിൻ്റെ പോസ്റ്റിലിട്ടീനു. ഉം, 33 വർഷമായിട്ട് ഒരാൾ മുസ്ലിം ഒരാൾ ഹിന്ദുവാണ്. ഉം, അപ്പോൾ ഇവിടെ വന്ന് ഇവിടുന്ന് കമ്പനി ആയതാ. അങ്ങനെ വന്ന് ഈ ഒരാൾ മരണപ്പെട്ടപ്പോൾ മറ്റേ ആൾ ഇറക്കി എനിക്ക് UAE നിൽക്കില്ലാന്ന്. നല്ല ജോലിയുള്ളവരാ. ഓ, ആരെ ബോഡിയും കൊണ്ടാൻ പോയി. അത്രയും മനുഷ്യന്മാർ ടച്ചുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഉം. അത് പറയുമ്പോഴാണ്, കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട കാര്യം ഇക്കയുടെ ബുക്ക് അഷ്റഫ് ഇക്കയുടെ ബുക്കാണ് ഒടുവിലത്തെ കൂട്ടം എന്ന് പറയുന്നത്. ശരിക്കും ഈ ബുക്ക് എനിക്കൊന്ന് പ്രവാസ ലോകത്ത് ഒട്ടുമിക്ക ആൾക്കാർ തന്നെ എല്ലായിടത്തിലും തന്നെ ഒരുപാട് ആൾക്കാർ വായിച്ചൊരു ബുക്കാണ്. ഇതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, രക്തബന്ധത്തെക്കാൾ കൂടുതലുള്ള സ്നേഹബന്ധത്തെ പറ്റി പറയുന്നൊരു വാചകമുണ്ട് ഇതിനകത്ത്. ശരിക്കും പ്രവാസികളുടെ ഇടയിൽ എനിക്ക് തോന്നിയൊരു കാര്യം അത് തന്നെയാണ്. കിക്ക് ഇതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ രക്തബന്ധമല്ല, നമുക്കൊരു ആപത്ത് വരുമ്പം നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റിനും കുറേ ആൾക്കാരുണ്ട്. അത് ജാതി എന്നോ മതമെന്നോ ഒന്നുമില്ല. ഇപ്പം അഷ്റഫിക്കെ അങ്ങനെ തന്നെയാണ്. കാരണം അഷ്റഫിക്കനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സഹായിക്കാൻ അഷ്റഫിക്ക ഒരാൾ ഫോൺ വിളിക്കുമ്പം ജാതിയോ മതമോ ഒന്നുമല്ല നോക്കണം, മനുഷ്യത്വം അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നോക്കുന്നത്. അപ്പം ഈ ഒരു ബുക്കിനെ പറ്റി അഷ്റഫിക്ക, കാരണം ഇതിനകത്ത് പറയണ കുറേ കാര്യങ്ങളുണ്ട്. മരണം എന്ന മഹാസത്യത്തെ പറ്റി പറയുന്നുണ്ട്. കുറേയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉള്ളിനുള്ളിൽ വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പല കാര്യങ്ങളും. ബുക്ക് അത് കുറേ കൂടുതൽ ഫുള്ളുള്ള സംഭവങ്ങളാണ് എഴുതി. അത് പ്രജേഷൻ എന്ന ആളാണ് എഴുതി. ഓ അത് ശരി. ഒരു സിനിമ സംവിധാനം ചെയ്തതാണ്. അതെ അതെ അതെ. ഞാൻ ഈ ബുക്ക് എഴുതി നമുക്കൊരു ഫുള്ള് വായിക്കും, ആൾക്കാരൊക്കെ കൊടുക്കും. കുറേ ഇതിന് ഇറക്കിയതൊക്കെ പോലെ തന്നെ ഇറക്കിയതാണ്. ഞാൻ പൈസ കൊടുത്ത് ഇറക്കിയ ബുക്കൊന്നുമല്ല, ഇതുവരെ ബുക്ക് ഇറക്കിയിട്ടുമില്ല. അപ്പോൾ ആൾക്കാർക്കൊരു പ്രചോദനമാണ് വായിക്കുമ്പോൾ എന്താ നമ്മൾ ജീവിതവും കാരണമൊക്കെ. പിന്നെ ഈ പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ചെയ്ത കുറേ ഈ 2 കുട്ടികൾ 3 കുട്ടികളുള്ളപ്പോഴാണ് ഈ ഭർത്താക്കന്മാർ പ്രവാസികൾ മരണപ്പെടുന്നത്. 30-40 വയസ്സായി ഇവർക്കുണ്ടാവും. അങ്ങനെ ഈ കുട്ടികളും ഭാര്യ അനാഥായി പോവുക. അവരെ നോക്കാൻ 2-3-10 ദിവസം കുടുംബക്കാർക്ക് നോക്കാൻ കഴിയില്ല, ആരെയും പറഞ്ഞൊന്നും കാര്യമില്ല.
അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം നമ്മൾ ഗവൺമെൻറ് കൊണ്ടുവന്നാൽ വളരെ നല്ലൊരു കാര്യമാണ്. എന്താ ഇവർക്ക് ഒന്നുകിൽ വിദ്യാഭ്യാസം ഫ്രീ കൊടുക്കുക, അല്ലെ എവിടെയെങ്കിലും ഒരു വില്ലനെ കെട്ടിക്കൊടുക്കുക താമസിക്കാൻ. അങ്ങനെ വീടും കാര്യമില്ലാത്തവർക്ക് ഉള്ളവർക്ക് കൊടുക്കണമല്ല. ആ ഒരു സംവിധാനം ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 70% ഇല്ലാത്ത പ്രവാസികളാണ്. 20% പ്രവാസികൾ അത്യാവശ്യം പൈസയും കാര്യമുള്ള പ്രവാസികളുള്ളൂ. ബാക്കിയൊക്കെ ജോലി ചെയ്യുന്നല്ല, അന്നന്ന് ജോലി ചെയ്യുന്ന പ്രവാസികളാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല ആളുകളും വിളിക്കും നാട്ടിൽ പോയിട്ട് ഈ ഇവരെ ഭാര്യമാർ വിളിക്കുക എന്തോ ചെയ്യാനോ, കുറേ കുറേ ചെയ്ത് കൊടുക്കും. ഒന്നും ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം എനിക്ക് തോന്നുന്നു പ്രവാസികൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം അല്ലേ ഇക്ക പറയണ പോലെ. ഇക്ക ആദ്യമേ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യം. ഇക്കടെ സോഷ്യൽ മീഡിയ പേജ് നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ദിവസം ഇക്ക അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓരോ മരണത്തിൻ്റെ ഓരോ കഥകൾ എഴുതാറുണ്ട്. ചില കഥകൾ വായിക്കുമ്പം നമ്മുടെയൊക്കെ മനസ്സിനൊരു വല്ലാത്തൊരു വിങ്ങലാണ്. ഇപ്പം ഇന്നലെ ഞാൻ പറയാമല്ലോ, ഇന്നലെ ഇക്കാൻ്റെ ആ ഒരു പ്രൊഫൈലിൽ ഞാൻ കണ്ടപ്പം ഒരു മരണത്തെപ്പറ്റി ഇക്ക ഒരു വാചകം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എനിക്കെന്നല്ല, അത് ഫുള്ള് വായിച്ചു കഴിയുമ്പം നമ്മുടെ മനസ്സിൽ അവർ നമ്മുടെ ആരൊക്കെയാണെന്നൊരു തോന്നൽ വരും. അതായത് നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരാൾ ചെറുപ്പക്കാരൻ ഇക്കനെ വിളിച്ചിട്ട് നാട്ടിലേക്ക് പോവുകയാണ്, അവിടെ ഒരു പുതിയ സംരംഭം തുടങ്ങാമെന്ന് പറയുകയും ആ സെയിം ദിവസം തന്നെ ആളെ കാത്ത് വീട്ടുകാർ പിറ്റേ ദിവസം എയർപോർട്ടിൽ വരാൻ തയ്യാറായിട്ട് അവിടെ കാത്ത് നിൽക്കുകയും അന്ന് രാത്രിയിൽ മരണപ്പെടുകയും ചെയ്തു. ഇന്നലെ എഴുതിയല്ലേ, ഇന്നലെയാണ് മരണപ്പെട്ടതല്ലേ, മിനിഞ്ഞാന്ന് മരണപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള, കാരണം ദിവസവും ഇങ്ങനെ ഓരോ കഥകൾ ഇക്ക കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇക്ക ആ ഒരു രീതിയിലേക്ക് മനസ്സ് എങ്ങനെയാണ് ഇക്ക അതിനകത്ത് ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ സുഹൃത്തുക്കളെ ആശ്വസിപ്പിക്കേണ്ടതായിട്ട് വരും. കാരണം അതിനകത്ത് ആ ശരീരം കൊണ്ടുവരുന്ന അവരുടെ സുഹൃത്തുക്കളായിരിക്കും. അപ്പം അവരെ ഒരു പക്ഷേ ഒരു സമയത്ത് ഇക്കയ്ക്ക് ആശ്വസിപ്പിക്കേണ്ടി വരും. എങ്ങനെയാണ് ഇക്ക ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? 2 മണി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ രാത്രി കുറേ ആളുകളുണ്ട് ഇവരെ കൂട്ടുകാർ. പക്ഷെ ഇവൻ നല്ലൊരു ആളാവന, ഒരു കൂടുതൽ സംസാരം കാര്യമൊന്നുമില്ല. പിന്നെ കറക്റ്റായിരുന്നാ ഇവന് ഓഫീസുള്ള പൈസ കറക്റ്റ് കൊടുക്കാൻ എല്ലാവരും ഒരു അഭിപ്രായം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനത്തെ നല്ല വ്യക്തിയാണ്. അങ്ങനെ തൊഴിലാളി പെട്ടെന്ന് വേഗം പോകും. അല്ല, അങ്ങനെയുള്ള ആൾക്കാർ മരണം എന്ന് പറയുന്ന ഒരു മഹാസത്യമാണ് ഇക്ക. പക്ഷെ ചില കഥകൾ കേൾക്കുമ്പോഴും നമ്മളത് കാണുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. അത് എനിക്കറിയില്ല, അത് വാക്കുകൾ കൊണ്ട് എത്ര പറയാൻ പറ്റുക എന്നുള്ളത്. നമുക്ക് ഒരാൾ സഹായിക്കാനല്ലാണ്ട് പ്രവാസ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അതെ, നമ്മൾ എത്ര പൈസ ഇട്ടാലും ഈ പല മലയാളികളും നല്ല ശമ്പളം വാങ്ങുന്നല്ലോ റൂമിൽ മരിച്ചിട്ട് 4-5 ദിവസം കാണാത്ത എത്രയോ സംഭവൻ്റെ അറിവുകളുണ്ട്. ഒരു ബോഡി സ്മെല്ലായിട്ട് അടുത്ത റൂമുകാർ പറയുമ്പോഴാണ് അറിയുന്നത്. അതെന്തായാലും ആളുകളായിട്ട് ടച്ചില്ലായിട്ടാണ്. അപ്പോൾ ഞാൻ തന്നെ മതിയാശ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന 100% തെറ്റാ. അപ്പോൾ നമ്മളെ കൊണ്ട് കയ്യിൽ നിന്ന് സഹായിക്കുക, അല്ലെങ്കിൽ വാക്കാൽ സഹായിച്ചാൽ മതി. പൈസ കൊടുത്തില്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ പൈസ കൊടുക്കാൻ പറ്റില്ല. ഒരാൾ സങ്കടം വന്ന് പറയുമ്പോൾ നമ്മൾ ഇനി പേടിക്കേണ്ട, എന്നാലും അവർക്ക് പകുതി സമാധാനം കിട്ടും. സത്യം. എനിക്ക് തോന്നുക നമുക്ക് നമ്മുടെ ചിലപ്പം ഒരു മനുഷ്യനെ ഒരു ചെറിയ വിഷമങ്ങളായിരിക്കും അവരെ വലിയൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുക. അപ്പം നമുക്ക് സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത്തരത്തിലൊക്കെ ഫോണിൽ ഡെയിലി അങ്ങനെ ആൾക്കാരോട്ടൊക്കെ സംസാരിക്കാറില്ലേ? 5-10 ആളെ വിളിക്കുന്നത്. ഇപ്പം 3 ആൾ ബിൽഡിങ്ങിന് മേലെ താഴ്ചടി, 3 ചെറുപ്പക്കാരാണ്. ചെറിയ നിസ്സാര കാര്യങ്ങളായിരിക്കും. അല്ല, അതിൻ്റെ ഒരു സംവിധാനം ഗവൺമെൻറ് കൊണ്ടുവന്ന് വെച്ചാൽ മതി. കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ അതിനൊന്നും ഒരു പണിയുള്ളതൊന്നുമല്ല. എല്ലാവർക്കും എന്തോ ഒരു പൈസ ഈ ഫാമിലിക്ക് കൊടുക്കുക, അല്ലെ മാസത്തിൽ, അതൊക്കെ അല്ലേ ചെയ്യേണ്ടി. തീർച്ചയായിട്ടും അതൊന്നുമില്ലാണ്ട് ഈ വിറ്റുകൾ പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ വൈതെറ്റി പറഞ്ഞാൽ നമ്മൾ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. ഈ പൈസ എല്ലാം വരും, എന്താ ചെയ്യുക, മക്കളെ നോക്കി എന്ത് ചെയ്യാൻ കഴിയും? ഇക്ക മനസ്സിലാക്കിയിട്ടുള്ള പ്രവാസികളായിട്ടുള്ള നമ്മുടെ ഇവിടെ പ്രവാസികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ജോലിയാണോ, അല്ലെങ്കിൽ അവരുടെ മാനസിക? കാരണം പല ആൾക്കാരും ജോലി ഇക്ക ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജോലിയിൽ നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്തോ മാനസിക സമ്മർദ്ദം ഇപ്പുറത്തുണ്ട്. ചില ആൾക്കാർക്ക് വന്നിട്ട് ജോലി കിട്ടുന്നില്ല എന്ന അവസ്ഥയിൽ എത്തുന്നുണ്ട്. എന്തായിരിക്കും ഇക്ക നമ്മൾ പ്രവാസികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം? അത് പരിഹരിക്കാൻ എന്തായിരിക്കും ഏറ്റവും നല്ലൊരു മാർഗം? ജോലിയും കാര്യമുള്ളവർക്ക് എല്ലാ ദൈവരാഗ് കൊടുക്കൂല. അതെ, എല്ലാ സൗകര്യവും ഉണ്ടാവും, വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. വീട്ടിൽ സമാധാനമുള്ളവർക്ക് ജോലി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പ്രശ്നം. പിന്നെ നമ്മളെപ്പോഴും ഒരു ഭർത്താക്കന്മാർ വീട്ടിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യമാരെല്ലാം ചെയ്യേണ്ടി. ഇതിപ്പോൾ എത്രയോ ആൾ കാണുന്ന മീഡിയ. ഭാര്യമാർ അവർ വരുമ്പോൾ ചായ വെള്ളം കൊടുത്ത് സമാധാനം 2 വാക്ക് പറഞ്ഞാൽ അവർക്ക് സമാധാനമായി. ചിലപ്പോൾ അതിൽ ചൂട് വീട്ടിൽ നിന്ന് ചൂടാലും ഒന്നുകിലും അവനെ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ മറ്റേ കൈമതി. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. ഈ കുടുംബം സ്വരച്ചേർച്ചയില്ലായി വളരെ കുറവുണ്ട് ഇപ്പോൾ. പണ്ടൊന്നും ഉള്ള മാതിരിയുള്ള ആളുകളല്ല. എപ്പോൾ നമ്മളെ ഭാര്യയും കുട്ടിയും നോക്കിയിട്ട് ഓലെയും കൊണ്ട് നടക്കുക, ഓർക്ക് വശം, പിന്നെ അടുത്താരുണ്ടോ സഹായിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ കുടുംബം മതി എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഓരോമായിട്ട് ടൈപ്പ് ഉണ്ടെങ്കിൽ
പുറത്തുള്ള ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ കുറേ പേർക്കും ഒരു സമാധാനം കിട്ടും ജീവിതത്തിൽ. അതെ. ഇപ്പോൾ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത കാര്യം പറഞ്ഞു. എനിക്കറിയാവുന്നിടത്തോളം അഷ്റഫ് ഖാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി വളരെ രാവിലെ തുടങ്ങിയ യാത്ര, അത് സമയമില്ല. ചിലപ്പോൾ പാതിരാത്രിയിൽ ഉറങ്ങണ സമയത്തായിരിക്കും ഇക്കയ്ക്ക് കോള് വരുന്നത്. ഇക്ക സമയം ശരിക്കും ഫാമിലി എടുക്കണം. തുടക്കത്തിലുള്ള ഇക്കയുടെ ഫാമിലിയുടെ സപ്പോർട്ട് എനിക്കറിയാം. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇക്കയ്ക്ക് ഇപ്പം ഈ 22 വർഷവും ഇതേ മേഖലയിൽ ഇത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ ഇപ്പം ഇക്കയ്ക്ക് ഫാമിലിയായിട്ട് സമയം കണ്ടെത്താൻ പറ്റാറുണ്ടോ? സമയം കിട്ടാറുണ്ടോ? സമയം വളരെ കുറവായിട്ട് ആദ്യമൊക്കെ ഫാമിലി പ്രശ്നം. ഇപ്പോഴും ഒരു പിന്നെ അവർക്കറിയാം. പിന്നെ ആരെങ്കിലും മരിച്ചാലൊക്കെ അവരെ വീട്ടിൽ പോയി അവരെ സമാധാനിപ്പിക്കുകയോ ചെയ്യും. ഇപ്പം ഓ, തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഇക്ക വീട്ടുകാരുടെ ഒരു തുടക്കത്തിൽ രാത്രി സപ്പോർട്ട്? വരുമ്പം ദേഷ്യം പിടിക്കുമോ, ഒരേറ്റ് കച്ചറ ഓടുമോ. ഓ, അല്ല അതെന്താ അറിയോ, ഞാനൊരു ഇതിൽ വായിച്ചിട്ടുണ്ട്. ഇക്ക ഒരു ദിവസം രാത്രി മോനോട്ട് കടന്നുറങ്ങിയ സമയത്ത് രാത്രിയിൽ ഇക്കയ്ക്ക് കോള് വന്നു പോകുകയും മോൻ ഇക്കാനെ കാണാതെ കരഞ്ഞ സംഭവങ്ങളൊക്കെ. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇക്കയുടെ ഒരു ജേർണിയിൽ തുടക്കത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആൾക്കാർ ഇക്കയുടെ ഫാമിലിയാണ് അല്ലേ? ആണ് ഫാമിലി സപ്പോർട്ടിലാണ്ട് ഒരാൾക്കും ഒന്നും നടക്കില്ല. എനിക്ക് നല്ല ആർക്കും നടക്കില്ല. അപ്പം നമ്മൾ ഫാമിലി സപ്പോർട്ട് ഉണ്ടായാലും നമുക്ക് എന്നാലേ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടുമോ. അതെ അല്ലാണ്ട് എന്ത് സമാധാനം ജീവിതത്തിൽ മനുഷ്യന്മാർക്കുള്ളത്. അതെ. അപ്പം ഈ ഇതിനിടയിലും ഇക്ക ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. ഇക്ക എന്താ ഫ്രീ ടൈം എന്നുള്ളൊരു വാക്ക് അഷ്റഫ് ഖാനോട് ചോദിക്കാൻ പറ്റില്ല. കാരണം അത് ഞാൻ ചോദിക്കുന്നതിൻ്റെ മണ്ടത്തരം. പക്ഷെ എന്നാലും ചോദിക്കുകയാണ്, എന്താണ് ഇക്കയ്ക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം? പുറത്ത് പോകാറാണോ, അത് യാത്രകൾ പോകാൻ ഇഷ്ടമാണോ? എന്താ കൂടുതൽ ചെയ്യാറുള്ളത് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത്? ഫ്രീ ടൈം എൻ്റെ ഇപ്പോഴത്തെ ഇക്കാലം വരെ കിട്ടിയിട്ടില്ല, ഇല്ല. എനിക്കറിയാം. പിന്നെ കിട്ടുമ്പോൾ എവിടെയെങ്കിലും ഇവർ പറഞ്ഞാൽ അല്ലേ അവർ പോകും. മോക്കും വൈഫിനൊക്കെ ലൈസൻസ് ഉണ്ട്, വണ്ടി ഉണ്ട്, അവരെന്നെ എടുത്ത് പോകും. അത് ശരി. സിനിമയൊക്കെ കാണാറുണ്ടോ ഇക്ക? എൻ്റെ ജീവിതത്തിൽ ഇന്നേരം ഒരു സിനിമയിൽ പോയി സിനിമ കണ്ടില്ല. ഞാനിത് ചോദിക്കാം, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അഷ്റഫ് ഖാൻ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല. ഞാനിത് പറയാനൊരു കാരണം കൂടെ ഉണ്ട്. അഷ്റഫ് ഖാൻ സിനിമ കാണാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഗദ്ദാമ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ഒരു പക്ഷേ ഇക്കത് കേട്ടിട്ടുണ്ടാവും. അത് കാവ്യമാധവനും ശ്രീനിവാസൻ സാറൊക്കെ അഭിനയിച്ച ഒരുപാട് നമുക്ക് പ്രവാസികളുടെ ഒരു സിനിമയാണ്. അതിൽ ശ്രീനിവാസൻ സാർ അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തിൻ്റെ പേര് റസാഖ് എന്നാണ്. അപ്പം ആ സിനിമയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ റിയൽ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അഷ്റഫ് ഖാൻ. അത് ഒരാൾ പ്രേക്ഷകർക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ? ആ സിനിമ കാണുമ്പോൾ ഒരു പക്ഷേ അഷ്റഫ് ഖാൻ നമ്മൾ പ്രവാസികളുടെ സ്വന്തമാണ്. സത്യം. ഒരു പക്ഷെ ആ സിനിമ കാണുമ്പം ഏതൊരു പ്രവാസികളും ആദ്യം ഓർമ്മ വരിക ശ്രീനിവാസൻ സാറിന്റെ കഥാപാത്രം നമ്മുടെ അഷ്റഫ് ഖാൻ ഇപ്പോഴും ഇങ്ങനെ ഇതിനേക്കാളും അത് സിനിമയാണ്, ഇത് ജീവിതമാണ്. എന്നോട് ചെന്നൈയിൽ നിന്ന് ഒരു തമിഴ്നാട്ടിലൊരാൾ ചെന്നൈക്കാരൻ വിളിച്ച് ചോദിച്ചിരുന്നു, അങ്ങനെ സിനിമ ഇറങ്ങിക്കാൻ പറഞ്ഞ സിനിമ ഇതൊന്നും അല്ലാതാണ്. ആ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴേ അഷ്റഫ് ഖാന്റെ ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഷോർട്ട് ഫിലിം, ഒരു കുറച്ച് സമയമുള്ളൊരു ഷോർട്ട് ഫിലിം നമ്മൾ എവിടെയൊക്കെയോ കൊണ്ടുപോയി. അതായത് നമ്മളത് ശരിക്കും അത് ഫീൽ ചെയ്ത് ആ ഒരു മരണത്തിൻ്റെ അവരുടെ ആ ജേർണി, അവരുടെ യാത്രയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ എത്തിയതുപോലെ ഫീൽ ചെയ്തു. ആ ഷോർട്ട് ഫിലിമിലേക്ക് എന്താണ് അങ്ങനെ എത്തിപ്പെടാൻ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കഥ പറയുക, അത് നടന്നൊരു സംഭവം തന്നെയല്ലേ? നടന്ന സംഭവം തന്നെയാണ്. അപ്പം ഇതുപോലെ എത്രയോ നടന്ന സംഭവങ്ങളല്ലേ? ഒരു 2-3 വർഷം വയ്യ കിടന്നാ ക്ലിയർ ആയി കിട്ടിയ ഫുള്ള്. അത് ശരി. നമ്മളിങ്ങനെ ഇടയ്ക്ക് അത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ നമ്മൾ ഇക്ക ശരിക്കും പറയാലോ, ഇക്കയുടെ ഒരു ജീവിതം അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കുറിക്കണ കാര്യങ്ങളാണെങ്കിലും നമുക്കറിയാതെ നമ്മൾ പ്രവാസികൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ചോദിക്കാനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇക്ക ഈ ഒരു 22 വർഷം കൊണ്ട് ഇക്ക പറഞ്ഞു ഏകദേശം 15,000-ഓളം ഡെഡ് ബോഡികൾ പല രാജ്യങ്ങൾ കയറ്റി അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓരോന്നിനും ഓരോ കാര്യത്തിനും ഓരോ സ്റ്റോറികൾ ഉണ്ടാകും അവരുടെ ജീവിതവുമായിട്ടൊക്കെ. ഏതെങ്കിലും ഒരു ഡെഡ് ബോഡി കയറ്റി അയച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും മനസ്സിലൊരു വേദന, ആ ഒരു കാര്യം ഓർക്കുമ്പോൾ ഉണ്ട്, ഇത്രയും ഡെഡ് ബോഡി അയച്ചില്ല, മനസ്സിൽ പതിഞ്ഞിരിക്കണ ഒരു കാര്യം, ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു മനസ്സിൽ എന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും ഈ ബോഡി കയറ്റിയിടുമ്പോൾ ആൾക്കാർ സ്വീകരിക്കേണ്ടായി. ഇപ്പം ആളുകൾ മരിച്ചെന്ന് അറിയുമ്പോൾ കൂടുതൽ ആളും ചോദിക്കും എന്തോ കിട്ടുമോ, ബോഡി കൊണ്ടുപോകണ്ട, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം വരുന്നത്. പിന്നെ കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പ് നാട്ടിലെ ഭാര്യയും കുട്ടികളും പറഞ്ഞ് കൂടി വേണ്ട പറഞ്ഞു. അങ്ങനെ ഇവരെ വേറെ ഏതൊരു സ്ത്രീ ഉണ്ടായി, അവളിനോട് വിളിച്ചറിഞ്ഞോള് എന്തോ സ്പോർട്സിലൊക്കെ ഉള്ള പെണ്ണാ, നിങ്ങളെങ്ങനെ ബോഡി കയറ്റി വിടിയെന്ന് പറഞ്ഞു. അങ്ങനെ ബോഡി അവിടെ കയറ്റി വിട്ട് ആടെ പോയിട്ട് ഒരു ഏറ്റെടുത്തില്ല. പോലീസ് അന്ന് ഇപ്പോൾ ഈ മീഡിയയിലൊക്കെ വന്നിരുന്നത്. പിന്നെ പോലീസ് തന്നെ ഇടപെട്ട്, പോലീസിന് ചങ്ങനാശ്ശേരിയിലുള്ള DYSP ഉണ്ട്, അവരെ വിളിച്ചറിഞ്ഞപ്പോൾ അവർ ആലുവ കൊണ്ടുപോയിട്ട് പൊതുശവത്തിൽ വെച്ച് അടക്കം ചെയ്താൽ പറ്റും.
ഓ അത് ഇക്കടത്തിലും കേട്ടിട്ടുണ്ട്. അതായത് ചില ശരീരങ്ങൾ ബോഡി മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാതെ വന്ന ഒരുപാട് ഇതുണ്ടല്ലേ. അത് ഒരു പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോൾ അതിൽ എന്താണ് അപ്പോൾ ഇക്ക എന്താ അപ്പോൾ അവിടെ ചെയ്യുക? നമുക്കത് ആ ശരീരം ഇവിടെ തന്നെ ഇവിടെ ചെയ്യണമെങ്കിൽ അവരുടെ ലെറ്റർ വേണം. ലെറ്റർ വേണം. ഓക്കെ, അതായത് വീട്ടുകാരുടെ ലെറ്ററാ? ഓ അത് ശരി. വൈഫിൻ്റെ. അപ്പം അങ്ങനെ പിന്നെ കൂടുതൽ ആളുകൾ വൈഫ് ഇവർ ബന്ധമില്ലെങ്കിൽ തെറ്റിക്കുന്നെങ്കിലും ഇപ്പം അടുത്തൊരു ലേഡി മരിച്ചിട്ട് ഹസ്ബൻഡ് ഒഴിവാക്കിയവരെ നിയമപരമായിട്ട് ഒഴിവാക്കിയില്ല, അല്ലാണ്ട് ഒഴിവായതാണ്. അങ്ങനെ അവരോട് വിളിച്ചു പറഞ്ഞാൽ വേഗം ലെറ്റർ തന്ന്. അത് സ്ത്രീകളും തരും കേട്ടോ. ഭർത്താക്കന്മാരോട് മരിച്ചാൽ അത് കുറഞ്ഞ ആളുകളെ തരാത്തുള്ളൂ. അങ്ങനെ അടുക്കും ചെയ്യും. ഇപ്പോൾ ഒരു 1 വർഷം 1.5 വർഷം മുമ്പ് തന്നെ അപ്പോൾ ജീവിതത്തിൽ പഠിക്കേണ്ട പാടാ 12 വർഷം ഇവൾ ഒഴിവാക്കിയ വേറെ കല്യാണം കഴിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ കല്യാണം കഴിച്ച് ആ പെണ്ണുങ്ങൾ മരിച്ചു നാട്ടിൽ നിന്ന്. അങ്ങനെ ഇപ്പം 2ാം പ്രവാസി വന്ന് ഇവളും ഇവിടെ ഉണ്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ കാണുന്നവർക്ക് ഇത് മനസ്സിലായി, ആളെ പേരാൻ പറയില്ല. അങ്ങനെ ഇവൻ മരിച്ചു പറഞ്ഞിട്ട് ഇവൻ വിസിറ്റിന് വന്ന് ജോലി ഇട്ട് പിന്നെ നാട്ടിൽ പോയി, പിന്നെ വന്ന് വിസിറ്റിങ് പിന്നെ വന്ന് 2 കൊല്ലം 3 കൊല്ലം പിന്നെ നിന്ന് കമ്പനിയിൽ നിന്ന്. ആ കമ്പനി ക്യാൻസൽ. അന്നപ്പോൾ ഇവൾക്ക് അറിയാം ഇവൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ 6 മാസം ഞാൻ പിന്നെ 2ാമത് വിസിറ്റിന് വന്ന്. അങ്ങനെ വിസ ആക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ വിസിറ്റിങ് ഓവറായി. അങ്ങനെ ഇവൻ ഇവിടുന്ന് മരണപ്പെട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ റെഡിയാക്കാറിന് 3 or 4 ആൾ വിളിച്ചു. 5ാമത് വിളിച്ച് ഈ പെണ്ണ ഒഴിവാക്കി. പെണ്ണ് പറഞ്ഞിരിക്കുക ഞാൻ അറിയും, എൻ്റെ ഹസ്ബൻഡായി, ഞാൻ ഒഴിവാക്കി 12 വർഷമായി, അതിനെല്ലാ ചിലവും ഞാൻ എടുത്തോളൂ, ഞാൻ കയറ്റി വിട്ടതാണ്. ഫുള്ള് പൈസ അവൾ കൊടുത്താ. അവൾ വന്ന് എല്ലാ സ്ഥലത്തും പൈസ കൊടുത്ത് മുടി കയറ്റിയിട്ട് അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. അല്ല എനിക്ക് തോന്നുന്നു ഇത്ര ഓരോന്നും ഓരോ ജേർണി ഓരോ കഥകളും ആയിരിക്കുമല്ലേ ഉണ്ടാവുക. ഇതിൽ നമ്മളിപ്പോൾ ഇത് ഈസി ആയിട്ട് പറയുന്നത് ഇപ്പോൾ തുടക്കക്കാര്യം പറഞ്ഞില്ലേക്ക. എനിക്ക് തോന്നുന്നു തുടക്കത്തിലൊക്കെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയൊരു വ്യക്തിയാണ് അഷ്റഫ് ഖാൻ. അത് പ്രത്യേകിച്ച് പറയേണ്ടത് എന്താണെന്ന് അറിയിക്കുക, തുടക്കകാലത്തിൽ നമ്മൾ എയർ ഇന്ത്യയിൽ നമ്മുടെ വിമാനത്തിൽ ഡെഡ് ബോഡി കയറ്റി അയക്കുന്ന സാഹചര്യങ്ങൾ വളരെ നമ്മൾ കാർഗോ തൂക്കണ പോലെ വെയിറ്റ് നോക്കിയിട്ടായിരുന്നല്ലോ അയച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഭാരതീയ പുരസ്കാരം കിട്ടിയ ആ വേദിയിൽ അഷ്റഫ് ഖാനോട് ചോദിച്ച സമയത്ത് അഷ്റഫ് ഖാൻ പറഞ്ഞതും ഉന്നയിച്ചതും ഇതൊന്നും നിങ്ങൾ ഒഴിവാക്കി തരുമെന്നാണ്. ഒരു പക്ഷെ അതിന്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇപ്പം അങ്ങനത്തെ ഒരു പ്രൊസീജിയേഴ്സും ഒന്നുമില്ല. ദുഃഖുലാലയം കാരണം ഒരു ദിവസം ഷാർജയിൽ നിന്ന് ഒരു തൃച്ചിക്കാരനാൾ മരണപ്പെട്ടു. ഭാര്യ 3 വയസ്സുള്ള മോളും ഉണ്ട്. അങ്ങനെ വെയിറ്റ് നോക്കിയപ്പോൾ 142 കിലോ അങ്ങ് വന്നു. അവളെ പൈസ അല്ല, ഇവിടെ 1200 ദിർഹംസേ ഉള്ളൂ അന്ന് വെയിറ്റിന് പൈസ. അങ്ങനെ അവളെ കഴുത്തിൽ താലി ഞങ്ങളത് പൊട്ടിച്ച് പോള് ഷാർജ എയർപോർട്ടിൽ നിന്ന് ഇതുകൊണ്ട് വിറ്റിട്ട് പൈസ ഒടിക്കുന്നതാണ്. അങ്ങനെ ഒരു സംഘം എനിക്ക് ഭയങ്കര വിഷമമായി പോയി കേട്ടോ. അത് ഞാൻ പൈസ റെഡിയായി കൊടുത്ത് ഓളത് മേടിച്ചു. അഞ്ഞ് എന്നെ കയ്യിൽ ചായറ്റ് കയറ്റി വിട്ട്. അങ്ങനെ സുഷാമ സ്വരാജ് വിദേശകാര്യമന്ത്രിയായിരുന്നു. നല്ല വിദേശകാര്യമന്ത്രിയായിരുന്നു. ഇന്ത്യക്കുള്ളൊരു പറയാനുള്ളൊരു BJP ഭരണത്തിൽ വന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ. ഞാനൊരു ദിവസം ഡൽഹിയിൽ നിന്ന് കണ്ട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നം. അത് കഴിഞ്ഞൊരു 2 മാസം കൊണ്ട് വയ്ക്കും, പിന്നെ ബോഡി തൂക്കില്ല. അതിൽ നമ്മൾ ഇന്ത്യക്കാർ ഫേസ് ചെയ്ത സമയത്ത് ഒരു വല്ലാത്തൊരു ഭയങ്കര വിഷമമാണ്. അതാണ് ഞാൻ പറയുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ അഷ്റഫ് ഖാന്റെ ഒരു യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഇക്ക എനിക്കറിയാം, ഇപ്പം കുറച്ചുകൂടി ഇക്ക പറഞ്ഞതുപോലെ. പക്ഷേ ആ തുടക്കകാലം കൊണ്ട് 22 വർഷത്തിൽ ഒരു യാത്രയിൽ ഇക്ക ഫേസ് ചെയ്ത ചലഞ്ച് ചെയ്ത ഒറ്റയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വരുമ്പോൾ ഇക്ക ഒരു പക്ഷേ നമ്മൾ കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനൊരു താല്പര്യം ഉണ്ടാവും. അതായത് ഒരു മരണം സംഭവിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ UAE സംബന്ധിച്ചുള്ള കുറേ റൂൾസ് ഉണ്ടല്ലോ. ഒരു ഡെഡ് ബോഡി മരണപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതൽ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നതിന് വരെയുള്ള പ്രൊസീജിയേഴ്സ് എന്താണിക്ക? ഇവിടെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് മരണപ്പെട്ടാൽ അടുത്ത് ഫോറൻസിക് കൊണ്ടുവരും. അവിടെ നിന്ന് ഈ പോലീസിൻ്റെ ഏത് അണ്ടറിലാണെന്ന് വെച്ചാൽ ആ പോലീസ് സ്റ്റേഷനിൽ പോലെ അവിടെ നിന്ന് ലെറ്റർ വരാറ്. എന്നിട്ട് ലെറ്ററായിട്ട് ആദ്യം ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുക, പിന്നെ വിസ ക്യാൻസൽ ചെയ്യുക, പിന്നെ കൗൺസിലേറ്റിൽ പോയി ക്യാൻസൽ ചെയ്യുക. 2ാമത് പോലീസിൽ വരിക. ആൾ പിന്നെ എയർപോർട്ടിൽ ലെറ്ററും എംബാമിൻ്റെ ലെറ്ററും തരും. അത് വാങ്ങിച്ചിട്ട് നമ്മൾ ആദ്യം ടിക്കറ്റ് കൺഫേം ആക്കുക, കാർഗോ. എന്നിട്ട് പോയിട്ട് സോനാപൂർ പോവുക. അവിടെ ഈ ലെറ്റർ അവിടെ കൊടുക്കുക. അവിടെ വേറെ ലെറ്റർ ബോഡി റിലീസാക്കാനുള്ള. തിരിച്ച് മോർച്ചറിയിൽ വരിക. മോർച്ചറിയിൽ നിന്ന് ബോഡി റിലീസാക്കിയിട്ട് സോനാപൂർ കൊണ്ടുപോകുക. അതുകൊണ്ട് അവിടെ എംബാം ചെയ്യും. എംബാം ചെയ്ത് അവിടെ പൈസ അടിച്ചാൽ നേരിട്ട് എയർപോർട്ടിൽ കൊണ്ടുപോകും. അത്രയും പണിയുള്ളൂ. പക്ഷേ ഈ പേപ്പർ പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാരണം ചെയ്യാൻ പറ്റുന്നതാണോ, അതോ അതിനകത്ത് എന്തെങ്കിലും ഇവിടുത്തെ റൂൾസോ കോംപ്ലിക്കേഷൻസോ അങ്ങനെ വരാറുണ്ടോ? ഇതെന്താണെന്ന് വെച്ചാൽ ആളുകൾ ഒരുത്തൻ പറയും അവിടെ ഒരുത്തൻ പെടാറ് ഓർമ്മയില്ലാത്തല്ലേ ഇത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് ഇത് തെറ്റിപ്പോണത്. പറഞ്ഞോളാണോ ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ പോലീസും ഗവൺമെൻറ്റും ഭയങ്കര സപ്പോർട്ടാണ്.
ഈ ദുബായ് നല്ല എല്ലാ എമിറാത്തിലും മരിച്ചാൽ എന്തായാലും ഒരു ആ ബോഡിയോടൊരു ആദരവ് കാണിക്കും. തീർച്ചയായിട്ടും. അത് ഒരു വല്ലാത്ത നമ്മൾ പിന്നെ അതുപോലെ തന്നെ ചോദിക്കാനുള്ള കാര്യം എന്താ പറയുക, ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കണ ഓരോ 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 ബോഡിക്ക് അല്ലെങ്കിൽ ഓരോരോ ഡിഫറെൻറ്റ് സ്റ്റോറീസ് ഉണ്ട്. പക്ഷേ അതിനേക്കാളും ഒക്കെ ഉപരി ഇപ്പോൾ ചിലപ്പോൾ നാട്ടിലൊക്കെ പോകുന്ന സമയമുണ്ട്. ആ സമയത്തൊക്കെ ഈ മരണം റിപ്പോർട്ട് ചെയ്യണ സമയത്ത് ആരാണ് അതൊക്കെ ഡീൽ ചെയ്യണതൊക്കെ നമ്മൾ സഹായിക്കാനായിട്ട് ഞാൻ വേറെ ആൾക്കാരുണ്ടോ? വിളിച്ചുപെടേണ്ട ആൾക്കാർ നമ്മളെ കൂട്ടുകാരുണ്ട്. ഉം, റിയാസ് ഉണ്ട്, ഉം, സലീം പേരൊക്കെ ഉണ്ട്, എത്ര ആളുണ്ട്, ദൈത്തിലെടുത്തുണ്ട്. ഉം, ഓരോ സ്ഥലത്തും അല്ലൈനുണ്ട്, അബുദാബി ഉണ്ട്. ഉം. ഇപ്പം അല്ലൈനിലുള്ള അബുദാബിയിലുള്ള നമ്പറാണ് കൊടുത്ത് ഓ അത് ശരി. അവരൊക്കെ ചെയ്ത് കൊടുക്കും. ഓക്കെ. അതായത് ഇപ്പം നമ്മുടെ യു എയിൽ തന്നെ പല എമിറേറ്റ്സ് ഉണ്ടല്ലോ. അപ്പം ഇപ്പം അബുദാബിയിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ ഇപ്പം അതുപോലെ ഈ മരണം റിപ്പോർട്ട് ചെയ്താൽ നമ്മൾക്ക് ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ അവിടെ ആ ഒരു കൺസേൺ പേഴ്സൺ ആളവിടെ എത്തണമെന്നോ അങ്ങനെയൊക്കെയോ അതൊന്നുമില്ല. rules അതൊന്നും ഇല്ല, അങ്ങനെ നിയമമൊന്നുമില്ല, അതൊന്നും ഇവർ ചെയ്യൂല. ചെയ്യില്ല. പിന്നെ ഇപ്പോൾ ഇതാർക്കും അറിയാത്തൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ ആദ്യം 1600 ദിറംസ് അബുദാബിയിൽ അല്ലൈനും മരിച്ച ഇപ്പം അവിടെ പൈസ ഒറ്റ വേണ്ട. ഓ അത് ശരി. എംബാമിങ് തന്നെ ഗവൺമെൻറ് ഫ്രീ ആക്കി അബുദാബിയിലും മലയിലും അല്ലേ? അല്ലൈനും. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഒരു പക്ഷേ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എത്ര നല്ല ഇപ്പം എന്ന് പറയുന്ന ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമുക്കൊരു വാക്കുകൾ കൊണ്ട് ആദ്യം പറഞ്ഞ പോലെ എനിക്കതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, അത് മതിയാവില്ല. പക്ഷെ ഇത്രയും നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നെഗറ്റീവ് കമൻസ് പറയുന്ന അല്ലെങ്കിൽ ഇതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇപ്പുറത്തുണ്ടാവും. ഒരുപക്ഷെ അവർ പറയുന്നത് എന്താ പറയുക, ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്, ഇത്രയും നോളജും ഇത്രയും എഡ്യൂക്കേഷനൊക്കെ ആയുള്ള ആൾക്കാരും പറയുന്നത്, അതായത് നമ്മളൊരു ഡെഡ് ബോഡി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് പൈസ കിട്ടും, അതൊരു ബിസിനസ്സാണ്, അങ്ങനെ പറയുന്ന ആൾക്കാർ പണ്ട് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഉണ്ട് അല്ലെ? ഒരു പക്ഷേ ഇപ്പോഴും ഇക്കടെ യാത്രയിൽ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിനെപ്പറ്റി എന്താ ഇക്കയ്ക്ക് പറയാനായിട്ടുള്ളത്? ഇത് കൂടുതലും ഒരു 2% ആളുകളെ പറയൂ. അതെ, ഇതുവരെ ബന്ധപ്പെട്ട ആളുകൾ പറയൂല. തീർച്ചയായും. ബന്ധപ്പെട്ട അവിടെ നിന്ന് ഇവിടെ നിന്നത് പ്രത്യേകിച്ച് മലയാളികൾ വേറെ ആൾക്കാരൊന്നും പറയും. അവർക്ക് അറിയാം ഇത് കുറച്ച് ഒരു മനുഷ്യന് ഉപകാരം ചെയ്യാത്ത ആളുകളുടെ ഉപകാരം ചെയ്തതിനോട് ബുദ്ധിമുട്ടാക്കും അവർ. ഇപ്പോൾ ഞാൻ 2 ദിവസം നാട്ടിൽ പോയി തിരിച്ചന്ന് നാട്ടിലുള്ളപ്പോൾ തന്നെ ന്യൂസ് വരുന്നു ഈ കൗൺസിലിൽ നിന്ന് 6000 ദിറംസ് വാങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ ഈ യു എയിലാകുമ്പോൾ പ്രത്യേകിച്ച് ആദ്യ പേര് എൻ്റെ വേറെ വരിക. അങ്ങനെ ഏഷ്യാനെറ്റും മാതൃഭൂമിയും ഞാൻ പറഞ്ഞ് ഈ മരിച്ച 10-15,000 ആളെ കയറ്റിയിട്ട് ഞാൻ പറയാം എൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. രേഖ ഇല്ലാണ്ട് അറിയുന്നല്ല, ഇവരൊക്കെ നമ്പറുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാൾ ഒരു ദിറംസിക്ക് തന്നു പറഞ്ഞാൽ ഞാൻ പറയുന്നുള്ളൂ കേൾക്കും. പിന്നെ കൗൺസിലേറ്റിൽ നിന്ന് ഈ FOC ആയിട്ട് ഞാനൊരു ഉറുപ്പ്യ മേടിച്ച് കൗൺസിലേറ്റ് പറഞ്ഞാൽ എൻ്റെ പ്രവാസികാരോട് ഞാൻ തിരിച്ചു കൊടുക്കും. തെളിയിച്ചിരുന്നു. ഞാൻ മീഡിയക്കാരോട് ഒക്കെ പറയും, ആരോടും ഞാനത് പറയും. പിന്നെ ആരെങ്കിലും ചായ മേടിച്ചാൽ ഞാൻ കുടിച്ചെന്ന് പറയട്ടെ. ചായ മേടിച്ചാൽ അല്ലാണ്ട് കുടിച്ചില്ല. ഹോട്ടലുകാരും പൈസ എത്ര ഹോട്ടലുകാരുണ്ട്. ഞാൻ ചാർജ് എയർപോർട്ടിൽ ആടുന്നൊന്നും പൈസ എന്നിട്ട് ഞാൻ ചായ കുടിക്കാണ്ട് പോകും. പിന്നെ എപ്പോഴെങ്കിലും ഭയങ്കര വിഷമം ആട് പോയി കുടിക്കും. അങ്ങനെ ആൾക്കാർ തരുമെന്നല്ലാണ്ട് പിന്നെ എത്രയോ ഒരു 10-600 കടാനും ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. 1 ഉറുപ്പ്യ എല്ലാവരും പൈസ ഞാൻ ഇന്ന് വരെ ഒരു പൈസ അടിച്ചില്ല. ഓരെങ്ങനെ നന്നായി പോട്ടെ, അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടി. പിന്നെ സ്പ്രേ ബാച്ച് അങ്ങനെയൊക്കെ തരുമല്ലോ. പൈസ എന്ന് അടിച്ച് ഒരാൾ പറയില്ല. അത് ഞാൻ ഇടവരുത്തിയില്ല, ഇനി ഇടവരുത്തിയില്ല. ഞാൻ കൗൺസിൽ ഇത് പറഞ്ഞപ്പോൾ 100% ഞാൻ പറയുന്നത് ഓൽക്കൊരു ഉറുപ്പ്യ തന്നത് എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ ആൾക്കാരെ മേടിച്ചു തന്നാൽ ഞാൻ പറഞ്ഞാൽ തിരിച്ചു കൊടുക്കില്ല. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞ വഴിയിൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് ഇക്ക. അതായത് ഈ നമ്മൾ ചെയ്യണ ഈ ഒരു ദൗത്യത്തിന് ലൈസൻസ് എന്തായാലും വേണ്ടി വരുമല്ലോ യു എ ഗവൺമെൻറ്റിന്. എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ? നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണ്? ഇന്ത്യയിൽ എന്നോട് പല ആളും ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയിൽ എൻ്റെ വണ്ടി ഓടിക്കുന്ന ലൈസൻസേ ഉള്ളൂ. ഇതിൻ്റെ ലൈസൻസ് ഞങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ട്, വെള്ളത്തിൻ്റെ കമ്പനി, വർക്ക്ഷോപ്പും ഉണ്ട്. അത് അന്നും ഇന്നും ഉണ്ട്. പിന്നെ ഇത് ലൈസൻസിൻ്റെ നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ സഹായിക്കുമ്പോൾ ലൈസൻസിൻ്റെ ആവശ്യമില്ല. ലൈസൻസ് എടുത്ത് ചെയ്യുമ്പോൾ നമ്മളൊരു കൂലി ചെയ്യുന്നവനായി അല്ലേ? ഈ ലൈസൻസ് എടുത്തിട്ട് ഞാനിത് ചെയ്തതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ എനിക്ക് പ്രവാസിമാർ തരൂല. 1,144 കോടിയാകാൻ ജനങ്ങളെടുത്തല്ല ഇന്നൊരാൾ തിരഞ്ഞെടുത്തവർ. തീർച്ചയായിട്ടും. അല്ല എന്നിട്ട് യു എയിൽ ബാക്കിയുള്ളവർ എടുക്കാത്തത്? അതെ, അതിലേക്കാണ് ഇങ്ങനെ വരുന്നത്. അതായത് ഇക്ക ഇപ്പം ലൈസൻസിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഒരു പക്ഷേ ഇത് ബിസിനസ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. അതായത് ഇപ്പം ഇക്ക അല്ലാണ്ട് നമുക്ക് വേറെ കുറേ ലൈസൻസ് ഉള്ളതോ അല്ലെങ്കിൽ ബിസിനസ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. സോ അതേപ്പറ്റി എന്താണ് ഇക്കയ്ക്ക് പറയാനായിട്ടുള്ളത്? കൗൺസിലേറ്റിൽ നിന്ന് പൈസ വാങ്ങിച്ചില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാനും എൻ്റെ ഒപ്പം നിൽക്കൊരു മേടിച്ചില്ല ഞാൻ പറയുന്നുണ്ടോ? കൗൺസിലേറ്റ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൈസ നമ്മളൊക്കെ പൈസ തന്നെ. കൗൺസിലിൻ്റെ പൈസ ഒന്നുമല്ല, എല്ലാ ഇന്ത്യക്കാർക്കും അവകാശപ്പെട്ടതാണ്. അത് അവകാശപ്പെട്ട ഒരു കൊടുത്തുമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്തു 100% പുറത്തു കൊണ്ടുവരണോ?
ഞാൻ അത് അതാണ് ചോദിച്ചത്. അത് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അവകാശമല്ലേ. അതെ നമ്മളെ പാസ്പോർട്ട് പുതുക്കുക അതിൻ്റെ ഇടയിൽ പൈസ ചെയ്ത് അതെ പൈസ പോയിക്കോ നമ്മളൊക്കെ ഉത്തരവാദിത്തനാ. അത് കേന്ദ്ര ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരണോ. അല്ലെ പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ഇപ്പം പ്രവാസി ദിവാസ് ഒറീസലാ. ഉം. അത് ഞാൻ പൊടിക്കല്ല വല്ലോ ഇത് ഇൻവിറ്റേഷൻ തരും. അപ്പോൾ അതിന് പോകണ്ട. അല്ലെ ആണ് ഞാൻ പറയും, വിദേശത്തിനോട് പറയൂ ഉം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് ന്യൂസിലൊക്കെ വന്നതാ, ഉം. കരിയർ ടൈംസിൽ വന്നത്, എല്ലാ ന്യൂസിലും വന്നു. അപ്പോൾ നമ്മളെ ഉത്തരവാദിത്തം ബാക്കിയുള്ളവരോട് പേരുദോഷമാക്കുന്ന പണിയാണ് ചെയ്തവർ. ഉം. എന്നിട്ട് കൗൺസിൽ എല്ലാവരെയും കൂട്ടി പറഞ്ഞു. പക്ഷെ അത് ചെയ്തവർ തെറ്റാണ്. ഇപ്പം വെള്ളം കുടിച്ചാൽ പറയാം, കുടിക്കുക ഇപ്പം ഇന്നാതെ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും അതാണ് ഞാൻ ആ ചോദിക്കാനുള്ള കാരണം. അതാണ് കാരണം. ഒരുപക്ഷെ ഇവിടെ ഒരുപക്ഷെ പെട്ടെന്ന് മരണപ്പെടുന്ന ആൾക്കാരാണെങ്കിലും പ്രവാസികളാണെങ്കിലും എന്താണ് അടുത്ത് ചെയ്യേണ്ടെന്ന് അറിയാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പുതിയ അറിവും കൂടി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കൂടി എടുത്ത് ചോദിക്കാനുള്ളൊരു കാരണം. ഞാൻ 100% ഉറപ്പ് പറയുന്നത്. കാരണം ബംഗാളികളോ പാകിസ്ഥാനികളോ ഒരു രാജ്യക്കാരോ ഒരു റുപ്യ അടിച്ചാൽ അറിയില്ല. അതുണ്ടോ ഓർക്ക് എൻ്റെ അടുത്ത് ആരാ ഇത് തെളിവാണിച്ച് ഞാൻ കൊടുക്കുമല്ലോ, നമ്പറും കൊടുക്കും. ഉം. പിന്നെ കൗൺസിലേറ്റ് നോക്കി അറിഞ്ഞൂടെ പൈസ അടിച്ചു. എല്ലാ സംവിധാനവും ഉണ്ട്. നാട്ടിൽ തന്നെ എല്ലാ പോലീസും CBI ഒക്കെ എല്ലാവർക്കും അന്വേഷിച്ചൂടെ ആരാ പൈസ അടിച്ചത്. അതെ എല്ലാ മാറ്റോലി അല്ലാത്തവരും എല്ലാവരും കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് തീർച്ചയായിട്ടും. എല്ലാവരും കൂടി ഇതാക്കിയെന്നാണ് പറഞ്ഞത്. അല്ല നമുക്കറിയാവുന്ന അഷ്റഫ് ഖാൻ എന്ന് പറയുന്നത് ഈ പറയുന്നത്, കാരണം നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ദിവസം ഇപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു എത്ര കോൾ ഇക്കയ്ക്ക് വന്നിട്ടുണ്ടെന്നറിയോ. അത് ഒരുപക്ഷെ മരണപ്പെടുന്ന ആൾക്കാരുടെ സൈഡിൽ നിന്ന് മാത്രമല്ല, ഇതല്ലാണ്ട് ഒരുപാട് ചാരിറ്റി വർക്ക് സോഷ്യൽ വർക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ പലതും എന്താ പറയുക, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ല എന്ന് നമുക്ക് പലപ്പോഴും അത് നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഈ ടിക്കറ്റ് ഒക്കെ ഇല്ലാണ്ട് ഇപ്പം അടുത്തൊരു ചെന്നൈക്കാരി ഒരു ലേഡി അജ്മാനിൽ ഉം. റോഡ് സൈഡിൽ കിടന്നായി. ഉം. അവളാരോ നമ്പർ തന്നെ വിളിച്ച് വിസ ഇല്ല, എനിക്ക് നാട്ടിൽ പോകണം, ഔട്ട് പാസ് എടുത്ത് നിൽക്കുകയാണെന്ന്, ടിക്കറ്റ് ഇല്ലാറുണ്ട്, ഭക്ഷണവും ഇല്ല. ഉം. അന്ന് രാത്രി ആടെ അജ്മാനിലെ ഒരു KMCൻ്റെ ആൾക്ക് പെണ്ണുങ്ങളുടെ അവരെ വിളിച്ച് അവർ പോയി ഭക്ഷണമൊക്കെ കൊടുത്ത്. ഉം. അന്ന് ടിക്കറ്റും ഇതൊന്നും കൗൺസിലേറ്റ് തരലല്ല, ഉം. ഒക്കെ ആൾക്കാരോട് വെച്ച് ഓല് കൊടുക്കും. ഞാൻ വിളിച്ചറിഞ്ഞപ്പോൾ തൃശ്ശൂർക്കാരൻ ഷാഫിക്കാരുണ്ട് കീസൈസിൽ വിളിച്ചപ്പോൾ അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത്. അതിന് ഇഷ്ടംപോലെ ആളുണ്ട്. ഉം. പിന്നെ ബോഡിക്ക് തന്നെ പൈസ ഇല്ലാണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടാകുന്നതിന് തന്നെ കൗൺസിലേറ്റ് അല്ല തരല്. ഈ മലബാർ ജ്വല്ലറി വിളിച്ചു പറഞ്ഞാൽ ഉം. ഓല അവിടെ വന്നിട്ട് പൈസ എടുക്കും. ഓ പണ്ടൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ അസോസിയേഷൻകാർ ഈ ഷാർജ ഉമ്മുൽക്കൈൻ ഇവിടെ നിന്നൊക്കെ അസോസിയേഷൻ ആൾ ഏരിയയിൽ നിന്ന് മരിക്കുമ്പോൾ പൈസ ഇല്ലാണ്ട് അവിടെ പോയി ലെറ്റർ തരും കൗൺസിലേറ്റിൽ. ഉം. ഈ ലെറ്റർ കൗൺസിലേറ്റ് കൊടുത്താൽ ഇവരെ ഇറങ്ങിൻ്റെ ഓഫീസിൽ ലെറ്റർ തരും. അപ്പോൾ പൈസ ആയിട്ട് ബന്ധമല്ല. ഉം. പിന്നെ കൗൺസിലേറ്റ് എന്ത് ചെയ്ത് ഏജൻസിയെ കൊടുത്ത്, കൗൺസിലേറ്റിനാണ് തെറ്റ് ചെയ്ത് ഈ ഏജൻസിയുടെ മുഖാന്തരം ബോഡി കയറ്റി വിടാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഒന്ന് കൊടുത്താൽ 10 ദിവസം കഴിയും. 10 ദിവസം എന്തായാലും ആരും വെയിറ്റ് ചെയ്യൂല. എന്ന് പിരിവ് കഴിഞ്ഞിട്ട് ആൾക്കാർ കൊടുക്കൂലേ. തീർച്ചയായിട്ടും. പിന്നെ FOC കൊടുക്കാൻ വളരെ കുറവാണ് കൊടുത്ത്. ഈ 2000 2002 ആർക്കും FOC കൊടുത്ത് പൈസ പോയി എന്നറിയാം. പൈസ ആരൊക്കെ കൊടുത്ത തെളിവുണ്ടായിട്ടോ അതെ തെളിവ് മാടിച്ച് നമ്മൊക്കെ കടമല്ലേ. അതെ ആരാ പൈസ മാടിച്ചെന്ന് അറിയേണ്ടി പുറത്തുകൊണ്ട് എല്ലാവരും കടമ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇനി നമ്മൾ വേറൊരു ഇതിലേക്ക് വരുവാണെങ്കിൽ, ഞാൻ വായിച്ചൊരു കാര്യമുണ്ട്. ഒരു ദിവസം ഒരുപക്ഷെ ഡെഡ് ബോഡികൾ കാണുകയും അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഓടുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് റൂമിലെത്തുമ്പം അതൊന്നും ഓർക്കാറില്ല, മറന്നു പോവും, സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. ശരിക്കും ഞാൻ പറയട്ടെ, അതൊരു അള്ളാഹുവിൻ്റെ പടച്ചവൻ്റെ ഒരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും. കാരണം നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ അറിയോ, നമ്മളിപ്പോൾ ഒരു TV അല്ലെങ്കിൽ നമ്മളൊരു ന്യൂസ് കേൾക്കണം, മരണപ്പെടുന്നതിൻ്റെ ഒരു ന്യൂസ് കേൾക്കുകയാണ്, അത് എത്രയോ മണിക്കൂറുകൾ നമ്മുടെ ഹൃദയത്തിലിട്ട് അതിങ്ങനെ നമ്മൾ ചിന്തിച്ച് പോകുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും അത് പടച്ചവൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അല്ലേ, എവിടെയോ ഞാനത് വായിച്ച് കേട്ടിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതൊന്നും ഓർക്കാറില്ല എന്നുള്ളത്. ശരിയാണോ അത്? അങ്ങനെയാണ്. വീട്ടിലെത്തുമ്പോൾ മറന്നു. പിന്നെ എനിക്ക് ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ബ്രിട്ടൻകാരൻ ആൾ മരണപ്പെട്ടിട്ട് അവർ വൈഫ് വന്നിരുന്നു ബോഡി കൊണ്ടാൻ. എന്നിട്ട് എയർപോർട്ടിൽ $5000 തന്നു എനിക്ക്. ഞാൻ പൈസ വാങ്ങിയിട്ട് അവൾ പറഞ്ഞ് ചൂടായി അവിടെ നിന്ന്. അങ്ങനെ ആൾക്കാരോട് കൂടിയപ്പോൾ അവിടുത്തെ മാനേജർ വിജയൻ സാറായി എമർജൻസിൻ്റെ. എന്താ പ്രശ്നം എന്ന് അവളോട് ഇങ്ങനെ പൈസ വാങ്ങില്ല. ഇവൾ വിചാരിച്ച് പൈസ കുറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങാത്തതെന്ന്. അപ്പോൾ ഇവർ പൈസ വാങ്ങാൻ അവർക്ക് ഭയങ്കര വിഷമമായി. $5000 തന്നിട്ടാണ് മേടിച്ചില്ല. പിന്നെ വില 1000 ദിർഹംസ് വാങ്ങുന്നത്. പിന്നെ ആൾക്കാരൊക്കെ കുറേ ആൾക്കാർ പറയും. അപ്പം എന്ത് ചെയ്യും, ഈ നോമ്പിന് എല്ലാ നോമ്പിനും കണ്ണൂരിലുള്ള ഒരാൾ ദുബായിലുള്ള അയാൾ പൈസ തരും, എല്ലാവരും കിറ്റ് മേടിച്ചു കൊടുക്കും. പിന്നെ ആൾക്കാരും എന്ത് തരും, ഈ ചിലർ പറയും അമ്മമാർ മരിച്ചാരൊക്കെ ഇത് കൊടുക്കുകയാണ്, എല്ലാവർക്കും അങ്ങനത്തെ ഭക്ഷണ സാധനം കിറ്റ് മേടിച്ചു കൊടുക്കും. അത് കുറേ ആളുകളുണ്ട്, പറയാൻ പറ്റാത്ത
അതെ പാവപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ഏറ്റവും മേടിച്ചു കൊടുക്കും. അതെ. അതിൽ തന്നെ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പം മരണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നഷ്ടപ്പെട്ട ഇപ്പം ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുടെ കണക്കുകൾ ഒരു പക്ഷേ ഒരു ഡെയിലി ജീവിതത്തിൽ ഡെയിലി ലൈഫിലേക്ക് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കയുടെ ജീവിതത്തിൽ അഷ്റഫ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇക്ക ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു നഷ്ടം അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു നഷ്ടം എന്താണ്? ഏറ്റവും വലിയൊരു വിഷമം എന്താണ്? വിഷമം എന്ന് പറഞ്ഞാൽ എല്ലാം വിഷമം തന്നെയാണ്. പക്ഷേ ഞാൻ ആ ടെൻഷനാകാൻ നിൽക്കൂല. കാരണം ഉം, ടെൻഷനാ പിന്നെ നമുക്ക് ഈ നാളെ ഇതിന് പോകാൻ കഴിയില്ല. ഉം. പിന്നെ ഇങ്ങോട്ട് മറന്നു ഇന്നലെ കയറ്റിയിട്ട് നാളേക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ ഒരു മനസ്സ് ദൈവം തന്നു അതിനെ കൊണ്ടാണ് നിൽക്കാൻ കഴിയുന്നത്. അതെ പിന്നെ ചില ബോഡിയോ കാണുമ്പോഴേക്ക് തന്നെ നമുക്ക് തന്നെ ഭയങ്കര മനുഷ്യൻ്റെ കാര്യം അത്രയാണ്. നമ്മളിട്ട ഷർട്ട് നമ്മളല്ല കഴിക്കുന്നത്. അതുവരെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. സത്യം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോണ പോക്കിൽ നിന്നും മരിച്ചു പോയി. ഇത് ഒരാൾ ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടിയുള്ള. അപ്പോൾ ആളോട് നമ്മൾ നല്ലോണം സമാധാനത്തിൽ സന്തോഷത്തോടെ ജീവിതം നല്ലോണം നിൽക്കുക. നമ്മൾ തെറ്റിയും അടികൂടിയും കച്ചവടിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ത് കാര്യമുള്ളത്? അതെ ഒരു ശ്വാസം വലിക്കാൻ കഴിഞ്ഞില്ല പോയി. അതെ നമ്മൾ ഇത്രയും സന്തോഷത്തിൽ ദൈവം ഈ ശ്വാസം വലിക്കാൻ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞില്ലെങ്കിൽ വെന്റിലേറ്ററിലായാൽ ദിവസം 3000-4000 വേണം വേണ്ടേ? അതെ ഇത്രേ മനുഷ്യൻ്റെ അവസ്ഥ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു 3 മക്കളോ 4 മക്കളുണ്ട്. അമ്മ ഏറ്റവും ഇങ്ങനെ വിളിക്കും അങ്ങനെ ഉപ്പ് ഹോസ്പിറ്റലാണ്. അങ്ങനെ ഞാൻ ചെന്നപ്പം വെന്റിലേറ്ററിൽ കിടക്കുക. അപ്പോൾ ഞാൻ ഡോക്ടർ ഇങ്ങനെ നിന്നിട്ട് കാര്യം ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ പ്രശ്നമില്ലാന്ന്. ഇവർ പറഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് ആൾ വെച്ചു. ഓ അത്രേ ഉള്ളൂ മനുഷ്യന്മാർ. നമ്മൾ വിചാരിക്കും നമുക്ക് എന്തൊന്നും നടക്കും. പക്ഷേ അത് വെറുതെ വിചാരിക്കുക. നമ്മൾ നല്ലോണമാണ് നമ്മൾ കുറേ ജീവിതം നമ്മൾ ദുനിയാവിൽ ജീവിക്കുക. ആരെങ്കിലും സഹായിച്ചാൽ കുറേ പൈസ ഉള്ള ആളുകൾക്ക് ആരും കൊടുക്കാത്തവരുണ്ട്. പിന്നെ ഈ നോമ്പിനൊക്കെ തരുന്ന ആൾ പേരയാൾ പറയൂല ആരോടും. ഉം. അങ്ങനെ മനുഷ്യന്മാരെ സഹായിക്കുന്ന ആളുകൾ കുറേ ഉണ്ട്. ഇവരൊന്നും പുറത്ത് വന്ന് പറയുകയും പബ്ലിസിറ്റി ഒന്നും നിൽക്കില്ല. എന്തെങ്കിലും വിളിച്ചറിഞ്ഞാൽ അപ്പം കൊടുക്കും. അല്ല ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു നിമിഷം പെട്ടെന്ന് എന്താ അറിയോ ഇക്ക പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഓരോ സ്റ്റോറീസ് കാണുമ്പോഴും ഇക്കയുടെ ഒരു ജീവിതത്തിലേക്ക് കാണുന്ന സമയത്തൊക്കെ നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചു കാരണം എന്താ അറിയിക്കാം നമ്മൾ പ്രവാസികൾ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാടോ വീടോ ഒന്നുമില്ല. നമ്മൾ സുഹൃത്തുക്കളൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറയുന്നുണ്ട് തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. അഷ്റഫ് ഖാനെ പറ്റി എന്തെങ്കിലും ഒരു ടോക്ക് വരുന്ന സമയത്ത് നമ്മൾ മരിച്ചാൽ നമ്മളെ നാട്ടിൽ കൊണ്ടുപോകാൻ ആരെങ്കിലും വേണം. കാരണം എന്താ അറിയിക്കാം ഏത് പ്രവാസികളുടെയും ഒരു അവസാനത്തെ ഒരു ആഗ്രഹം സ്വന്തം നാട്ടിൽ കടന്ന് മരിക്കണം, അതാണ് സ്വന്തം നാട്ടിൽ വിശ്രമിക്കണം എന്നായിരിക്കും. ആ ഒരു ആഗ്രഹം ശരിക്കും ഇക്കയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു പേര് മൃതദേഹങ്ങളുടെ കാവൽക്കാരൻ എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഒരാൾ ഉപകാരം ചെയ്യുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ളതാണ്. പക്ഷെ മരണപ്പെട്ട ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ എന്ത് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചാൽ അതിന് പ്രതിഫലം പടച്ചോൻ തരും എന്നാണ് പറയാനുള്ളൂ. കാരണം അതന്നെ. അപ്പൊ പിന്നെന്താ അത്രയും ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ആർക്കും നമ്മൾ വീട്ടുകാർക്കോ മക്കൾക്കോ ആർക്കും ഉപകാരം ചെയ്താലോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ നമുക്ക് എന്തായി പേരുദോഷമായി. അത് നമ്മൾ കുറ്റം പറയും. മരിച്ച ആൾക്കാർക്ക് നമ്മൾ ഉപകാരം ചെയ്താൽ ഒരു പെട്ടി കയറി പോയിക്കൂടെ ഒരു ശല്യം നമുക്കുണ്ടാവില്ല. നമ്മൾ കുറ്റം പറയില്ല, ഗുണവും പറയില്ല. ജീവനുള്ള ഉപകാരം ചെയ്താൽ എന്നും നമുക്ക് ഉപദ്രവം ഉണ്ടാവും. മരിച്ചവർക്ക് ആ പ്രശ്നമേ ഉണ്ടാവില്ല. എന്നോട് പല ആളും ചോദിക്കും. ഞാൻ പറയും ഇതവർക്ക് ഉപകാരം ചെയ്ത് കൊടുത്താൽ നാളെ പഠിച്ചമ്പരാനും ഇത് തരും, ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടില്ല. അത് ഇനി ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. എനിക്കറിയാം സമയം എനിക്ക് ഒരുപാട് കോളൊക്കെ അതിനിടയ്ക്ക് വരുന്നുണ്ട്. ഒരുപാട് ഈ പറഞ്ഞ പോലെ മൃതശരീരങ്ങൾ ഹാൻഡിൽ ചെയ്ത സമയത്ത് ഏതെങ്കിലും ആത്മീയമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ? ഇല്ലല്ല, അങ്ങനെ ഇതൊരു ആദ്യം ബോഡിയായിട്ട് കൊണ്ടു കൊടുക്കുക എല്ലാ സ്ഥലത്തും. കൊറോണ മുമ്പൊക്കെ ഇപ്പം അങ്ങനെ പോലൊന്നുമില്ല. ഇപ്പോൾ ബോഡിയെ കൂടെ ആള് വേണ്ട. ആദ്യം ആള് വേണ്ടിയിരുന്നു. എനിക്ക് കൊറോണയുടെ സമയത്തൊക്കെ ആയിരിക്കും മിക്ക ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നല്ലേ കൊറോണയുടെ സമയത്ത്? കൊറോണൻ്റെ കൂടുതൽ ഷാർജയിൽ ഭർത്താവ് കൊറോണയായി മരണപ്പെട്ട് തൊട്ടപ്പുറത്തുനിന്ന് ഭാര്യ മരിച്ച്. ഇത് അവർ തമ്മിൽ അറിഞ്ഞില്ല മരിച്ച്. പിന്നെ ഒന്ന് മോർച്ചറിയിൽ മരിച്ചെടുത്ത് വൈഫ് കാണാൻ വേണ്ടി വന്ന് വൈഫിൻ്റെ കൂടുതൽ ഒരു കൂട്ടുകാരത്തി വന്ന് ഈ കൂട്ടുകാരത്തി വൈഫ് മരിച്ചു പറ്റിയത്. കൊറോണ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനത്തെ ഒരു അസുഖം ദുനിയാവിൽ ആർക്കും കൊടുക്കാണ്ടിരിക്കട്ടെ.
തീർച്ചയായിട്ടും. അല്ല, അത് പറഞ്ഞപ്പം ഒരു കാര്യം കൂടി ഓർമ്മ വന്നു. ഈ കൊറോണ സമയത്ത് മരണപ്പെട്ടപ്പോൾ ഇക്കടെ ഒരു വീഡിയോയുടെ താഴെ കുറേ ആ സമയത്ത് വീഡിയോയിൽ പോയ സമയത്ത് കുറേ കമൻസ് വന്നിരുന്നു. അതിൽ മിക്ക കമൻസും ഞാൻ കണ്ടത് അഷ്റഫ് ഖാൻ എന്ന് പറയുന്ന ഒരാൾ കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി ഇന്ന ആളെ ഞങ്ങൾക്ക് അവസാനം ഒന്ന് കാണാൻ പറ്റിയത്. കാരണം ആ സമയത്ത് ഒരുപാട് ചലഞ്ചുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്, ഡെഡ് ബോഡി നാട്ടിലേക്ക് വിടാനും പറ്റും. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുകയും ഇതിനേക്കാളും കൂടുതൽ സമയം അവിടെ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ ഒരു ഇപ്പോൾ ഇവർ ഇത് കാണാൻ മതിയോ, ടീച്ചർ കൊല്ലാ ഭാഗത്തുനിന്ന് വിളിച്ച് ഹസ്ബൻഡോട് നിന്ന് കൊറോണ മരണപ്പെട്ട് ടീച്ചർ എനിക്ക് അവസാനം നോക്ക് കാണാനുള്ള സൗകര്യം ചെയ്തു തരണതാണ്. അന്ന് കൊറോണ ആരും തുറന്നു നോക്കൂല പേടിച്ചിട്ട്. അന്ന് ഞാൻ പറഞ്ഞ ടീച്ചർ വരിയെന്ന് പറഞ്ഞു. അന്ന് ഷാർജ സജയെന്നാണ് അത് ദയിപ്പിച്ച ബോഡി അന്ന് ടീച്ചർ കാണിച്ചു കൊടുത്ത്. അന്ന് ആരും തുറക്കൂല. പക്ഷെ ഞാൻ എത്രയോ കൊറോണ തൊടുകയും തുറക്കുകയൊക്കെ ചെയ്ത് എനിക്ക് പഠിച്ചോ ഇന്നേരം എനിക്ക് കൊറോണ പിടിച്ചില്ല. അതാണ്, അത് പഠിച്ചോൻ്റെ ഒരു റിയൽ ആയിട്ടൊരു അനുഗ്രഹമുള്ള ഒരാൾ തന്നെയാണല്ലോ. ഞാൻ ഒരു ദിവസം വീട്ടിൽ നിന്നിട്ടുമില്ല, എല്ലാ ഇതും പോയി അടുക്കും ചെയ്യാൻ പോകും. പിന്നെ വൈകുന്നേരമാണ് ഷാർജയിലൊക്കെ അടുക്കും ചെയ്യും, ഒന്നായിട്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുവന്നിട്ട്. അതല്ല അഷ്റഫ്, ഇതിൻ്റെ കൂടുതൽ വേറൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പം ഇത്രയും ഡെഡ് ബോഡികൾ ഹാൻഡിൽ ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും മരണങ്ങൾ പല രീതിയിൽ എൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പോയി, അഷ്റഫക്കയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറി കൊറോണ ടൈമിൽ ഒരു അച്ഛൻ മരണപ്പെട്ട്, മോള് എന്തോ ഡിഗ്രിക്ക് ഞാൻ പഠിക്കുകയാണ് ഇവിടെ. മോളും അമ്മയും വേറെ 2 മക്കളാണല്ലോ, ഒരാണും ഒരു പെണ്ണും. ഈ മോള് പറഞ്ഞാൽ അമ്മയും അച്ഛനും മറ്റവനും വലിയ പ്രശ്നമല്ലേ, മോള് ഒരു കോലത്തിലും വിടില്ല അച്ഛൻ കാണണമെന്ന് പറഞ്ഞിട്ട്. ഇവർ തുറന്നു കൊടുക്കാൻ സമ്മതിക്കൂല. അങ്ങനെ ഞാനോട് പറഞ്ഞ് വൈകുന്നേരം പോയി പെണ്ണും കൊണ്ട് അച്ഛനും ഇവരൊക്കെ കാണിച്ചു കൊടുത്ത്. പെണ്ണ് ഇപ്പോഴും ആ പെണ്ണ് പറയും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്നോട് മനസ്സിൽ മറന്നുമില്ല. അതെന്താ അവസാനം കാണേണ്ട ഒരു ആഗ്രഹമല്ലേ അത്. തീർച്ചയായിട്ടും. ഇത്രയും കൊറോണ സമയം അത്രയും ആളുകൾ അടുക്കൂല, എഴുത പോലെ പേടിച്ചിട്ട്. പിന്നെ പേടിച്ചാൽ നമ്മളെ മക്കൾ കൊറോണ അടിച്ചാൽ നമ്മൾ പോലെ അങ്ങനെ നോക്കിയാലൊന്നും ലോകത്ത് ജീവിക്കും. എനിക്ക് ഒരു അസുഖം ഒന്നും വരെ തന്നില്ല. അങ്ങനെ പകർച്ചാതി നമുക്ക് വിശ്വസിക്കാനും പാടില്ല. രോഗം പകരണം ലോകത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആരോ നമ്മളെ മക്കൾക്ക് ഇപ്പോൾ ഒരു അസുഖം വന്ന് പകരം മക്കളെ നമ്മൾ ഒഴിവാക്കാൻ പറ്റുമോ? നമ്മളെ മക്കളെ മറ്റൊരു കൂട്ടിയാലും നമുക്ക് പ്രശ്നമില്ല. അതാണ് നമ്മളിപ്പം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയൊരു അന്ത്യാഭിലാഷം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സ്വന്തം നാട്ടിൽ വിശ്രമിക്കണമെന്നു ഒരു അന്ത്യചുംബനം എന്ന് പറയുന്നല്ലേ, അതായിരിക്കും ഏറ്റവും കൂടുതൽ അവസാനം ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതിൻ്റെ കൂടുതൽ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് ഇപ്പം നമ്മുടെ UAE 22 വർഷമായിട്ട് ഈ ഒരു സാമൂഹ്യ ഇത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യാത്ര തുടങ്ങുമ്പോൾ ഇക്കയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഇതുപോലെ വേറൊരു രാജ്യത്ത് നമുക്ക് ഇതുപോലെ എന്താ ആൾക്കാരെ സഹായിക്കാൻ പോകണം, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും രാജ്യത്ത്? കാരണം ഒരുപാട് രാജ്യത്ത് ഡെഡ് ബോഡിയായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രൊസീജിയേഴ്സും അവരുടെ റൂൾസും ഒക്കെ വ്യത്യാസമായിരിക്കും. എപ്പോഴെങ്കിലും ഇന്ന രാജ്യത്ത് പോയിട്ട് എനിക്ക് അവിടെയും ഇതേപോലെ സഹായിക്കണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ മനസ്സിൽ? സൗദി പോയാൽ നമ്മൾ ഇവിടുത്തെ അതിന് നടക്കൂല, ഭയങ്കര ദൂരം. പിന്നെ സൗദിയിലൊക്കെ കുറേ നമ്മളെ തെറ്റുണ്ട്. കാരണം ദമാമെന്ന് 400 കിലോമീറ്ററാണ് റിയാദിലേക്ക്. ദമാമിൽ ഒരാൾ മരിച്ചാൽ റിയാദിനെ ക്യാൻസൽ ചെയ്യാൻ കഴിയും. ആവശ്യം നമ്മളെ ഗവൺമെൻറ് വിചാരിച്ചാൽ ദമാമിലൊക്കെ ഒരു കൗൺസിലേറ്റ് ഇട്ടാലോ ഒന്നും പ്രശ്നമില്ല. ഈ ആൾക്കാർ പാസ്പോർട്ട് കൊടുക്കാനും അതൊക്കെ എത്രയോ കാലങ്ങളായി പറയുന്നു. അന്ന് പ്രവാസി അങ്ങനത്തെ ഒരു സൗകര്യം ഒന്നും ഇല്ല. ജിദ്ദയിലാണുള്ളത്. ജിസാൻ ഇവിടുന്ന് ഒക്കെ മരിച്ചാൽ അവിടെ പോകണം. അതാണ് ഈ സൗദിയിൽ നിന്ന് നേരം പോകാൻ കാരണം. ഇവിടെ ആകുമ്പോൾ ദുബായ് ഉണ്ട്, അബുദാബി ഉണ്ട്, കുറഞ്ഞ സ്ഥലം ഖത്തറും ബഹ്റൈനും ഒക്കെ സുഖമാണ്. അവിടെ മരിച്ചാൽ പെട്ടെന്ന് നാട്ടിൽ പോടി. ആളുകൾ സൗദിയിൽ മരിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് കാരണം കൂടുതലും. നമ്മളെ എംബസി നമ്മളെ ഗവൺമെൻറ് ഒന്ന് തീരുമാനം എടുത്താൽ പെട്ടെന്ന് സൗദിയിൽ നിന്നും പോരാൻ കഴിയും. ഇവിടുത്തെ ഗവൺമെൻറ്റിന് പ്രത്യേകം ചിലർ ഈ സ്ഥലത്തൊന്നും ഓടി പിടിച്ചേക്കൂല. പിന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരു കുറേ ഇതിൽ വിടുന്നത് ബോഡി ആൾക്കോൾ കയറ്റിയിട്ടാണ് വിടുന്നത്. ഈ ബ്ലഡ് ഊറ്റിയെടുക്കുന്നത്, ഈ ലിവർ ഇതൊക്കെ എടുക്കും. ഞാനൊരു 10,000-50,000 ബോഡി എംബാം ചെയ്ത് കണ്ടിരിക്കുന്നത്. ഇന്ന് വരെ അങ്ങനെ സംവിധാനം ഒരു GCCയിലും ഇല്ല. UAE മാത്രമല്ല, GCCയിൽ ഒന്നും ആ സംവിധാനമല്ല. ആൾക്കാർ തെറ്റിദ്ധാരണ. എന്നിട്ട് അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇടും. എന്താ അപ്പം അതിനൊക്കെ അവരോട് പറയാ? നിന്നോട് ആരും ചോദിക്കും, ഞാൻ പറയും ഇങ്ങോട്ട് വരിക, ഞാൻ കാണിച്ചു തരാറ്. നമ്മളെ നാട്ടിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഒരു മിലിറ്ററിക്കാരൻ മലയാളി മരണപ്പെട്ടാൽ ഒരു എംബാം ചെയ്തിട്ടല്ലേ കൊണ്ടുവരുന്നത്, ആൾക്കോൾ കുത്തിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്.
അതെനിക്ക് തോന്നുന്നു അത് വലിയൊരു വാലിഡ് ഒരു കാര്യമായിരുന്നു കേട്ടോ അഷ്റഫൊക്കെ പറഞ്ഞത്. കാരണം ഒരുപക്ഷെ ഇപ്പം ഡെഡ് ബോഡി ഇവിടുന്ന് നാട്ടിലേക്ക് എത്താൻ വേണ്ടി 1-2 ദിവസത്തിൽ ആൾക്കാർ ചിലപ്പം ചിന്തിക്കുന്നത് ഈ പറയുന്ന പോലെ അത് വാട്സാപ്പിൽ കൂടെയും ഗ്രൂപ്പിൽ കൂടെയും ഫേക്ക് ആയിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് സത്യമാണ് ഇക്ക പറഞ്ഞത് കേട്ടോ. അതാണ് അത് ഭയങ്കര തെറ്റാണ് ആൾക്കാർ പറയുന്നത്. എന്തിനാ ആവശ്യമില്ലാത്ത പറയുന്നത്? ഈ മരണപ്പെട്ടവരുടെ കുടുംബവും ഈ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ അവർ വിചാരിക്കൂ ഇതൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ എടുത്തിട്ടല്ലേ കൊണ്ടുവരുന്നത്. അങ്ങനെ സംവിധാനമില്ല. ഒരു ഇഞ്ചക്ഷൻ വെക്കുക ചെയ്യാൻ മരുന്ന്, അല്ലാണ്ട് നമ്മളെ ചോര ബ്ലഡ് ഊറ്റിയെടുക്കുക അതൊക്കെ വാട്സാപ്പിലുണ്ട്, ഗ്രൂപ്പിൽ ഇങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക്. അതെ. ഓക്കെ. അപ്പോൾ ഇക്ക നമ്മൾ എംബാമിങ്ങിനെ പറ്റി പറയായിരുന്നു. അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നൊരു കാര്യം എന്താ അറിയോ, നമ്മുടെ നടി ശ്രീദേവി മരിച്ച സമയത്ത് ഇപ്പം UAE ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഹാൻഡഡ് ഓവർ ടു അഷ്റഫിക്കയുടെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ അതിൻ്റെ പുറകിൽ ഒരുപാട് പേര് ഓടിയിട്ടുണ്ട്, അത് അല്ലേ എംബാമിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഫുൾ കൂടെ നിന്ന് അഷ്റഫിക്കയുടെ പേരിലാണ് UAE ഗവൺമെൻറ് അത് അവസാനം അതൊരു ആ സമയത്തൊക്കെ ഒത്തിരി ന്യൂസിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ശ്രീദേവി മരിച്ച അന്ന് വേറെ 4 ആളുടെ മരണപ്പെട്ടു. ഓ 5 ഒന്നായിട്ടാണ് എംബാം ചെയ്തത്. പക്ഷേ ഇവിടേക്ക് ശ്രീദേവി ആയാലും നമ്മളായാലും ഒക്കെ UAE ഗവൺമെൻറ് മരണപ്പെട്ടാൽ ആ ബോഡിനോടൊരു മനുഷ്യത്വം കാണിക്കും. ഒരാൾക്ക് പ്രത്യേകത ഒന്നും കൊടുക്കില്ല. അത് ഇവിടുത്തെ ഒരു വരെ ഷെയ്ഖ്മാരൊരു മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മളെ നാട്ടിലൊക്കെയാണ് കുറേ സപ്പോർട്ട് കൊടുക്കും, വലിയ ഇവിടെ ആ സപ്പോർട്ടൊന്നും. ഇവിടെ എല്ലാവരും മരിച്ചാലും ഒരു നിയമമാണ്. ഒരാൾ വലിയ ആൾ മരിച്ച ചോദിക്കട്ടെ പോകാണ്ട് പേപ്പർ എടുക്കാൻ ഒന്നും കഴിയില്ല. എല്ലാ മനുഷ്യന്മാരും മനുഷ്യന്മാരായിട്ട് കണക്കാക്കും. അതെ. എനിക്ക് ചോദിക്കാനുള്ള എന്താ പറയുക, ഈ ഇക്കയുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള ജേണിയിൽ എന്താണ് ഇക്ക ഇനിയുള്ള ഏറ്റവും വലിയൊരു സ്വപ്നം, ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ബോഡി കൊണ്ടുപോകണം ഇന്ത്യ ഗവൺമെൻറ് ഫ്രീ ആയി കൊടുക്കണം. നമ്മൾ അടുത്ത രാജ്യം പാകിസ്ഥാനൊന്നും പൈസ ആകില്ല. എന്തുകൊണ്ട് ഫ്രീ ആയിക്കൂടാ? അവർ ഭയങ്കര തെറ്റാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതാണ് ഇക്കയുടെ ഒരു ആവശ്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ്. നേരത്തെ ഇന്നിപ്പോൾ ഈ സുഷമ സ്വരാജ് ഉണ്ടെങ്കിൽ ഇത് ഒഴിവായി കിട്ടേ. ഇന്നിപ്പോൾ നമ്മൾ പറയാനുള്ള വിദേശകാര്യമന്ത്രി ഇല്ല, അതാണ് മെയിൻ കാരണം. അതുപോലെ തന്നെ കൂടുതൽ ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മുടെ പ്രേക്ഷകർ ഇക്കയുടെ ഒരു ലൈഫ് ജേർണി കണ്ടിട്ടോ കേട്ടിട്ടോ ഇൻസ്പയർഡ് ആയിട്ട് ഒരു പക്ഷേ ഈ പാത പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്ന യുവതലമുറയിലുള്ള ആൾക്കാരോ ഇവിടെയുള്ള പ്രവാസികൾ അവർക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം എന്തായിരിക്കും? പക്ഷെ പിന്തുടരുന്ന പറഞ്ഞാൽ ആളുകൾ കുറേ ആൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും ഓരോ ജോലിയുള്ള ആളുകളായിരിക്കും. ഫ്രീ ഉള്ള ആളുകളാകുമ്പോൾ ഒരു പേരും, അല്ലാത്തൊരു ഓരോരോ കമ്പനി അവിടെയും ജോലി ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല, UAE ഉണ്ടാവില്ല, എവിടെയും ഉണ്ടാവില്ല. അപ്പോൾ കയ്യും സപ്പോർട്ട് ലീവുള്ളപ്പോൾ വന്ന് ചെയ്തു തരും ആൾക്കാർ. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു കൊടുക്കും. പിന്നെ കമ്പനികളിലെ PROമാരോട് പറഞ്ഞവർക്ക് വേഗം തിരിയും, നമ്മൾ പോയില്ലെങ്കിൽ നടക്കും. ഇക്ക ഒരുപാട് സത്യം പറയുന്നു, കുറേ സംസാരിക്കണമെന്നുണ്ട്. കാരണം ഇക്കയുടെ സംസാരം നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനൊക്കെ പറ്റും. പക്ഷേ ഇതിനിടയിലും ഇക്കയ്ക്കൊരു എത്ര കോള് വന്നെന്ന് തന്നെ എനിക്കറിയത്തില്ല. അപ്പം ആദ്യമേ പറയാനുള്ളൊരു വലിയ നന്ദിയാണ്. കാരണം ഈ തിരക്കിനിടയിലുള്ള സമയത്തിലും നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക്, അതും ആർക്കും ഇതുവരെ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാൻ നമുക്ക് തന്നെ വന്ന് തന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ പറയുക, ഇനിയും ഈ ഒരു ദൗത്യം ഇക്കയ്ക്ക് എന്താ പറയുക ലൈഫ് ലോങ്, എന്താ പറയുക, നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അഷ്റഫിക്ക എന്ന് പറയുന്നത് നമുക്ക് ഏറെ അഭിമാനം. ഞങ്ങൾക്ക് എപ്പോഴും പറയാനുള്ളൊരു അഭിമാനം എന്താണെന്നറിയോ, അഷ്റഫിക്ക ജീവിക്കുന്ന UAE-ലാണ് ഞങ്ങളും ജീവിക്കുന്നതെന്ന് പറയാൻ തന്നെ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. അപ്പം എന്തായാലും ദൈവം ഇക്കയ്ക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ. അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന, ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ലാസ്റ്റ്, മഹനീയം ഈ കർമ്മപദം. അപ്പം തീർച്ചയായിട്ടും പടച്ചോൻ എല്ലാവിധ ആയുസ്സും ആരോഗ്യം തരട്ടെ. എനിക്കിവിടെ വരാൻ കഴിഞ്ഞാലും നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തതിലും നല്ല ഇൻ്റർവ്യൂ അയക്കുന്നത് ആളുകൾ ജനങ്ങൾക്ക് എത്തുന്ന ഒരു ഇത് കിട്ടും. പിന്നെ ഇവിടെ വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ഇനിയും ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരെ ജനങ്ങൾക്ക് എത്തിക്ക് ഉപകാരം ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് ഇത്രയും പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.